Hi, we are coming to an end of our discussion on rotational motion. In this session, we'll discuss the vector nature of angular velocity. Angular velocity, angular momentum എന്നിങ്ങനെയുള്ള കോൺസെപ്റ്റ്സ് നമ്മൾ ഓൾറെഡി കണ്ടു. റൈറ്റ്, ആംഗുലർ വെലോസിറ്റി ഒരു വെക്ടർ ആയിട്ടല്ല നമ്മളുണ്ട്, നമ്മൾ അതിന്റെ മാഗ്നിറ്റ്യൂഡിനെ കുറിച്ച് മാത്രമാണ് സംസാരിച്ചത്. ഓക്കെ, സോ വി ടോക്ട് അബൌട്ട് ആംഗുലർ the magnitude of angular velocity. Okay, we called it angular speed. നമ്മൾ അതിനെ ഒരു വെക്ടർ ആയിട്ടല്ല കണ്ടത്. റൈറ്റ്, സോ നെക്സ്റ്റ് തിങ് വി ആർ ഗോയിങ് ടു സീ ഇസ് നമ്മൾ പക്ഷേ വെലോസിറ്റി പറയുമ്പോൾ യൂഷ്വൽ ലീനിയർ മോഷന്റെ കേസിലുള്ള വെലോസിറ്റി പറയുമ്പോൾ നമ്മൾ വെക്ടർ ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ട്രാൻസ്ലേഷണൽ മോഷന്റെ കാര്യത്തിലുള്ള. റൈറ്റ്, അതുപോലെ ആംഗുലർ വെലോസിറ്റിയെ നമുക്കൊരു വെക്ടർ ആയിട്ട് പറയാൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി വരുന്ന ആദ്യത്തെ ചോദ്യം, നമ്മൾ ട്രാൻസ്ലേഷണൽ മോഷന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ നമുക്ക് പൊസിഷൻ വെക്ടർ ഇങ്ങനെ എഴുതാം. Okay, r vector is equal to xi plus yj plus zk. Okay, so this means let's say you can reach this point. Okay, നമ്മൾ ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ ഒറിജിൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഈ പോയിന്റിൽ എത്തിച്ചേരണമെങ്കിൽ you go x distance in the I direction, you go y distance in the j direction, and then z distance in the k direction, and then you will reach this point എന്നുള്ളതാണ്. Alright, it doesn't matter in which order you do this. ഏത് ഓർഡറിലാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് ഇമ്പോർട്ടന്റ് അല്ല. Alright, അപ്പോൾ അത് വെക്ടറിന്റെ ഒരു ബേസിക് പ്രോപ്പർട്ടിയാണ്. രണ്ട് വെക്ടർ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അത് ഓർഡർ ഓഫ് അഡീഷൻ ഡസ് നോട്ട് മാറ്റർ. ഇപ്പോൾ ഒരു വെക്ടർ ആണെങ്കിൽ ഓർഡർ ഓഫ് അഡീഷൻ ഷുഡ് നോട്ട് മാറ്റർ. ഓക്കെ, നമ്മൾ പൊസിഷൻ വെക്ടർ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് പൊസിഷൻ വെക്ടറിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആയിട്ടാണ് വെലോസിറ്റി വെക്ടറും അതുപോലെ വെലോസിറ്റി വെക്ടറിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആയിട്ടാണ് ആക്സിലറേഷൻ വെക്ടറും ഒക്കെ ഡിഫൈൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ ട്രാൻസ്ലേഷണൽ മോഷന്റെ കാര്യത്തിൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ ഉപയോഗിച്ചപ്പോൾ അവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ പൊസിഷൻ വെക്ടറിന്റെ ഡെഫിനേഷൻ ആണ്. ഓക്കെ, ആർ വെക്ടർ ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ എന്നുള്ള പൊസിഷൻ വെക്ടറിന്റെ ഡെഫിനേഷൻ ആണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. Alright, and then we can have the velocity vector as dr vector by dt, and this is automatically a vector. This is automatically a vector because r is already a vector. Alright, അതുപോലെ acceleration, this is also automatically a vector. We can write this as d square r vector by dt square or simply dv by dt. ഓക്കെ, അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും വരുന്ന ചോദ്യമാണ്, നമ്മൾ ഓൾറെഡി ഈ ആംഗുലർ മോഷന്റെ കാര്യം പറഞ്ഞ സമയത്ത് ലീനിയർ അല്ലെ ട്രാൻസ്ലേഷണൽ മോഷനുള്ള അനാലജീസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിൽ വരുന്ന ചോദ്യം ഇതാണ്. ഈ ആർ വെക്ടർ ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ എന്നുള്ളതിന് പകരം, അല്ലെങ്കിൽ അതിന് അനലോഗസ് ആയിട്ട് റൊട്ടേഷണൽ മോഷന്റെ കാര്യത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു തീറ്റ വെക്ടർ, അതിന്റെ ആംഗുലർ പൊസിഷൻ വെക്ടർ ഡിഫൈൻ ചെയ്യാൻ കഴിയുമോ? തീറ്റ വെക്ടർ ഈക്വൽ ടു തീറ്റ എക്സ് ഐ പ്ലസ് തീറ്റ വൈ ജെ പ്ലസ് തീറ്റ സെഡ് കെ എന്നിങ്ങനെ ഒരു പൊസിഷൻ വെക്ടർ ഈ രീതിയിൽ ഡിഫൈൻ ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ കഴിയുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഡെറിവേറ്റീവ് ആയിട്ട് ആംഗുലർ വെലോസിറ്റിയും അതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന നിലയിൽ ആംഗുലർ ആക്സിലറേഷൻ ഒക്കെ കാണാൻ കഴിയും. ബട്ട് ദിസ് ഈ രീതിയിൽ ഒരു വെക്ടർ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ കഴിയില്ല. ദിസ് ഇസ് നോട്ട് പോസിബിൾ. ഇതിന്റെ കാരണം ഒക്കെ വിൽ ഷോർട്ട്ലി സീ ദാറ്റ് ദ റീസൺ ഇസ് ദാറ്റ് ദിസ് ഡു നോട്ട് കമ്മ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് ഏത് ഓർഡറിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് എന്നുള്ളത് ഫൈനൽ ഓറിയന്റേഷനെ ബാധിക്കുന്നുണ്ട്. ഇത് ഫൈനൽ പൊസിഷൻ വെക്ടർ, ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് യു ക്യാൻ ഗോ ഇൻ ദ എക്സ് ഡയറക്ഷൻ, യു ക്യാൻ ഗോ ഇൻ ദ ഐ ഡയറക്ഷൻ നെക്സ്റ്റ് ഡിസ്റ്റൻസ് ഫസ്റ്റ് ആൻഡ് ദെൻ ഗോ ഇൻ ദ ജെ ഡയറക്ഷൻ ഡിസ്റ്റൻസ് വൈ സെക്കൻഡ്. ഓക്കെ, അങ്ങനെ ചെയ്യാം. ആദ്യം എക്സ് ഡയറക്ഷനിൽ പോകാം, പിന്നെ വൈ ഡയറക്ഷനിൽ പോകാം. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതി ഇപ്പോൾ ആദ്യം വൈ ഡയറക്ഷനിൽ പോകാം, നമ്മളൊരു പ്ലെയിൻ എടുക്കുകയാണെങ്കിൽ ആദ്യം വൈ ഡയറക്ഷനിൽ പോകാൻ പിന്നെ എക്സ് ഡയറക്ഷനിൽ പോകാം. ഇറ്റ് ഡസന്റ് മാറ്റർ, യു വിൽ റീച്ച് ദ സെയിം പോയിന്റ്. ഓക്കെ, പക്ഷെ ആംഗുലർ റൊട്ടേഷന്റെ കാര്യത്തിൽ ഇങ്ങനെയല്ല ഉള്ളത്. നമുക്ക് ആദ്യം ഒരു എക്സ് ആക്സിസിനെ അപേക്ഷിച്ച് തീറ്റ എക്സ് എന്നുള്ള ഒരു റൊട്ടേഷൻ നടത്തി, അതിന് വൈ ആക്സിസിനെ അപേക്ഷിച്ച് തീറ്റ വൈ എന്നുള്ള റൊട്ടേഷൻ നടത്തി. ഓക്കെ, യു കുഡ് ഡു ദിസ് ആൻഡ് യു വിൽ ഗെറ്റ് വൺ ഓറിയന്റേഷൻ. യു കുഡ് ഡു ഇറ്റ് ഇൻ ദ ഓപ്പോസിറ്റ് ഓർഡർ ആൻഡ് യു മേ ഗെറ്റ് എ ഡിഫറെന്റ് ഓറിയന്റേഷൻ. ഓക്കെ, യു മേ ഗെറ്റ് എ ഡിഫറെന്റ് ഓറിയന്റേഷൻ. Alright, so for this reason we'll demonstrate this shortly, but for this reason it's incorrect to attempt to use an analogous procedure for rotational motion using angular coordinates, okay, to measure rotation about the x, y and z axis. Okay, so this does not work. The reason is that addition of true vectors is commutative. Okay, vector definition il varuna oru karyana, rendu vector nammal add cheyanengil idu commutative aanu. Alright, otherwise we cannot do all these things. Okay, but we'll shortly see. Okay, in the next slide we'll see that rotations do not commute, right? Or in general finite rotations do not commute. Finite rotations do not commute. അതായത് നമ്മൾ ഏത് ഓർഡറിലാണ് റൊട്ടേഷൻ എടുക്കുന്നത്, രണ്ട് റൊട്ടേഷന്റെ കോമ്പിനേഷൻ ആണ് എടുക്കുന്നത്, ഏത് ഓർഡറിലാണ് എടുക്കുന്നത് അനുസരിച്ച് നമ്മുടെ ഫൈനൽ ഓറിയന്റേഷന് മാറ്റം ഉണ്ടാവും. റൈറ്റ്, ദിസ് ഇസ് ദ മീനിങ് ഓഫ് ഫൈനൈറ്റ് റൊട്ടേഷൻസ് ഡു നോട്ട് കമ്മ്യൂട്ട്. ഓക്കെ, ഓൾറൈറ്റ്, സോ വി ക്യാൻ ഈസിലി ഡെമോൺസ്ട്രേറ്റ് ദിസ്. അപ്പോൾ ഉദാഹരണത്തിന്, അപ്പോൾ ഇങ്ങനെ ഒരു പൊസിഷൻ, ഇറ്റ് കുഡ് ബി എ ബുക്ക്. റൈറ്റ്, ഇതൊരു ബുക്ക് ആവാം. റൈറ്റ്, അപ്പോൾ ഇവിടെ ഒരു എം എന്നുള്ളൊരു ഫേസ് ഉണ്ട്, എം എന്ന് മാർക്ക് ചെയ്തൊരു ഫേസ് ഉണ്ട്.
റൈറ്റ്. നമുക്ക് ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. ആദ്യം ഈ റൊട്ടേറ്റ് അബൌട്ട് എക്സ് ആക്സിസ് ബൈ എൻ ആംഗിൾ തീറ്റ. തീറ്റ എക്സ്, നമുക്ക് തീറ്റ എക്സ് എന്ന് വിളിക്കാം. റൈറ്റ്. ഇത് റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ you rotate anti-clockwise. Alright, you rotate it about x-axis in the anti-clockwise direction and you get this orientation. Obviously, നമ്മളിങ്ങനെ rotate ചെയ്യാണ്. അതായത് നമ്മൾ if you are looking at it, you are just rotating it towards the left or in the anti-clockwise direction. Alright, by 90 degree. Let's say you rotate it by 90 degree. Alright, അപ്പോൾ ഈ m എന്നുള്ള ഫേസ് മുകളിൽ വരും. Obviously. Okay, now you rotate about the y-axis by an angle theta y. Right, now you rotate about the y-axis by an angle theta y. ഈ രീതിയിൽ, അതായത് നമ്മൾ ഈ y-axisനെ അല്ലെങ്കിൽ ഈ ഫേസിനെ നോക്കി നിൽക്കുമ്പോൾ നമ്മൾ വീണ്ടും ആന്റി ക്ലോക്ക് ഡയറക്ഷനിലാണ് തിരിക്കുന്നത്. ആൻഡ് ദെൻ ദ ലെറ്റർ എം, നമ്മൾ എം എന്ന് മാർക്ക് ചെയ്ത ഭാഗം നമ്മുടെ നേരെ വരും. ഓക്കെ, ഇറ്റ് ഈസ് ലൈക്ക് സോ. റൈറ്റ്, ഫൈനൽ ഓറിയന്റേഷൻ ഈ എമ്മിന്റെ പൊസിഷൻ വെച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ചെയ്തത്, ഫസ്റ്റ് യു മേഡ് എ റൊട്ടേഷൻ അബൌട്ട് തീറ്റ എക്സ്, about x-axis, and then you made a rotation about y-axis. Okay, രണ്ടിന്റെയും ആംഗിൾ നമുക്ക് 90 ആയിട്ട് എടുക്കാം. ഇനി ഇതേ ഇനീഷ്യൽ ഓറിയന്റേഷൻ എടുക്കുക. ഇത് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന അതേ ഇനീഷ്യൽ ഓറിയന്റേഷൻ തന്നെയാണ് ഇവിടെ ഉള്ളത്. റൈറ്റ്, ഇതേ ഇനീഷ്യൽ ഓറിയന്റേഷൻ എടുക്കുക. എന്നിട്ട് എക്സ് ആക്സിസിനെ അപേക്ഷിച്ച് ആദ്യം റൊട്ടേറ്റ് ചെയ്യുന്നതിനകം വൈ ആക്സിസിനെ അപേക്ഷിച്ച് ആദ്യം റൊട്ടേറ്റ് ചെയ്യുക. റൈറ്റ്, സോ ഫസ്റ്റ് യു മേക്ക് ദിസ് റൊട്ടേഷൻ. ഈ റൊട്ടേഷൻ നടത്തി കഴിയുമ്പോൾ നമുക്ക് ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഓറിയന്റേഷനിൽ എം എന്നുള്ള പോയിന്റ് ഇവിടെയാണ് വരുന്നത്. Okay, now you make a rotation about the x-axis like that. Alright, അപ്പോൾ m എന്നുള്ള പൊസിഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ it comes here, മുകളിലാണ് വരുന്നത്. Alright, അപ്പോൾ ഈ ഫൈനൽ ഓറിയന്റേഷൻസ് നമ്മൾ നോക്കുമ്പോൾ these are different. Alright, these final orientations are different. Okay, അപ്പോൾ ഇതിനെ നമുക്ക് തീറ്റ എക്സ് ഐ പ്ലസ് തീറ്റ വൈ ജെ എന്ന് വിളിക്കുകയാണെങ്കിൽ ഇതിനെ തീറ്റ വൈ ജെ പ്ലസ് തീറ്റ എക്സ് ഐ എന്ന് വിളിക്കാം. ഓക്കെ, അതായത് നമ്മൾ ഇതിനൊരു വെക്ടർ ആയിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ, alright, this you can call it as theta xi plus theta yj, and this is theta yj plus theta xj. Sorry, theta yj plus theta xi. Okay, and you see that they are not equal. Alright, theta x നമ്മൾ ഇങ്ങനെ വെക്ടറിനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അത് കമ്മ്യൂട്ട് ചെയ്യുന്ന വെക്ടർ അല്ല, അല്ലെങ്കിൽ അഡീഷന്റെ കീഴിൽ കമ്മ്യൂട്ട് ചെയ്യില്ല. ദിസ് ഇസ് ദ റീസൺ വൈ ഫൈനൈറ്റ് റൊട്ടേഷൻസ് cannot be associated with the vector directly. Alright, അല്ലെങ്കിൽ ഫൈനൈറ്റ് റൊട്ടേഷൻസ് കമ്മ്യൂട്ട് ചെയ്യില്ല. അതുകൊണ്ട് നമുക്ക് ഈ രീതിയിലൊരു വെക്ടർ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ എല്ലാം കംപ്ലീറ്റ്ലി കയോട്ടിക് അല്ല. we haven't lost everything. Alright, so although angular position നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ ഏതുപോലെ പൊസിഷൻ വെക്ടർ ചെയ്തപോലെ ആംഗുലർ പൊസിഷൻ വെക്ടർ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല, because rotations do not commute, finite rotations do not commute. Okay, but the rate of change of angular position, alright, നമുക്ക് ആംഗുലർ പൊസിഷൻ വെക്ടർ ഡിഫൈൻ ചെയ്യാൻ കഴിയില്ലെങ്കിലും ആംഗുലർ പൊസിഷന്റെ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി നല്ല വെക്ടറാണ്. ഇറ്റ്സ് എ പെർഫെക്റ്റ്ലി ഗുഡ് വെക്ടർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ആംഗുലർ വെലോസിറ്റി ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഡി തീറ്റ എക്സ് ബൈ ഡി ടി ഐ ഹാറ്റ് പ്ലസ് ഡി തീറ്റ വൈ ബൈ ഡി ടി ജെ ഹാറ്റ് പ്ലസ് ഡി തീറ്റ സെഡ് ബൈ ഡി ടി കെ ഹാറ്റ്. ഓൾറൈറ്റ്, അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ തീറ്റ എക്സ് തീറ്റ വൈ തീറ്റ സെഡ് എന്നുള്ള വെക്ടറിന്റെ ടൈം ഡെറിവേറ്റീവ് അല്ല ഇത് ഡി തീറ്റ എക്സ് എന്നുള്ളൊരു ഇൻഫിനിറ്റെസിമൽ ക്വാണ്ടിറ്റി. ഓക്കെ, ആ ക്വാണ്ടിറ്റി എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കതിനെ വെക്ടർ ആയിട്ട് കണക്കാക്കാൻ കഴിയും. അതായത് ഫൈനൈറ്റ് റൊട്ടേഷൻസ് കമ്മ്യൂട്ട് ചെയ്യുന്നില്ലെങ്കിലും ഇൻഫിനിറ്റെസിമൽ റൊട്ടേഷൻസ് കമ്മ്യൂട്ട് ചെയ്യും. Alright, we'll see this soon. Alright, we'll look into it soon. Okay, I mean, we don't go into much details about that. So the thing is that ഫൈനൈറ്റ് റൊട്ടേഷൻസ് കമ്മ്യൂട്ട് ചെയ്യില്ല, പക്ഷെ ഇൻഫിനിറ്റെസിമൽ റൊട്ടേഷൻസ്, അതായത് നമ്മൾ ഫൈനൈറ്റ് ആംഗിൾ അല്ല വളരെ ചെറിയ ആംഗിളിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഡസന്റ് മാറ്റർ ഇൻ വിച്ച് ഓർഡർ യു റൊട്ടേറ്റ്. ഓൾറൈറ്റ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഒരു വെക്ടറിന്റെ കോമ്പണൻസ് ആയിട്ട് ഡി തീറ്റ എക്സ് ഡി തീറ്റ വൈ ഡി തീറ്റ സെഡ് എന്നുള്ളതിനെ ഒരു വെക്ടറിന്റെ കോമ്പണൻസ് ആയിട്ട് കണക്കാക്കാൻ കഴിയും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെ നമ്മൾ കണക്കാക്കുന്ന കോമ്പണൻസ് ഏതെങ്കിലും ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു വെക്ടറിന്റെ ഡിഫറൻഷ്യൽ അല്ല. അതായത് നമുക്കിപ്പോൾ ഡി ആർ വെക്ടർ എന്ന് എഴുതുകയാണെങ്കിൽ ഡി ആർ വെക്ടർ എന്ന് എഴുതുകയാണെങ്കിൽ ദിസ് വിൽ റൈറ്റ് ആസ് ഡി എക്സ് ഐ പ്ലസ് ഡി വൈ സെഡ്, സോറി ഡി വൈ ജെ പ്ലസ് ഡി സെഡ് കെ. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ആർ വെക്ടർ എന്നുള്ള ഒരു വെക്ടറിന്റെ ഡിഫറൻഷ്യൽ ആയിട്ടാണ് ഇതിനെ ഇങ്ങനെ എഴുതുന്നത്. ഓൾറൈറ്റ്, പക്ഷേ ഈ വെക്ടർ എന്ന് പറയുന്നത് ഡി തീറ്റ എക്സ് ഡി തീറ്റ വൈ ഡി തീറ്റ സെഡ് എന്ന് പറയുന്ന കോമ്പണൻസ് ഇതുപോലെ ഏതെങ്കിലും ഒരു വെക്ടറിന്റെ ഡിഫറൻഷ്യൽ അല്ല. ഓൾറൈറ്റ്, ഇത് മാത്രമാണ് വെക്ടർ. ഓക്കെ, ഈ തീറ്റ എക്സ് തീറ്റ വൈ തീറ്റ സെഡ് എന്ന് പറയുന്ന ഒരു വെക്ടറിന്റെ കോമ്പണൻസ് അല്ല. അതുകൊണ്ട് തന്നെ ഇതൊരു വെക്ടറിന്റെ ഒരു വെക്ടറിന്റെ കോമ്പണൻസിന്റെ ഡിഫറൻഷ്യൽ ആയിട്ട് ഇതിനെ നമ്മൾ കാണാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് ഡി തീറ്റ എക്സ് ബൈ ഡി ടി ഡി തീറ്റ വൈ ബൈ ഡി ടി ഡി തീറ്റ സെഡ് ബൈ ഡി ടി. Okay, ഇതിനെ നമുക്ക് ഒമേഗ എക്സ്, ഇതിനെ ഒമേഗ വൈ, ഇതിനെ ഒമേഗ സെഡ് എന്ന് വിളിക്കാം. Alright, this is a true vector. Okay, this is a true vector. Okay, so even though you cannot define an angular position vector, the rate of change of angular position is a good vector. Okay, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആംഗുലർ വെലോസിറ്റി ഡിഫൈൻ ചെയ്യുന്നത്. ഒമേഗ വെക്ടർ എന്നുള്ളതിനെ ഇങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്.
ഓക്കെ, അപ്പൊ ഇതിന്റെ ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം, നമ്മൾ തീറ്റ എക്സ് തീറ്റ വൈ തീറ്റ സെഡ് എന്നുള്ളത് ഒരു വെക്ടറിന്റെ കോമ്പണൻസ് അല്ല എന്നുണ്ട്. ബട്ട് ഹിയർ യു സീ ദാറ്റ് ഡി തീറ്റ എക്സ് ഡി തീറ്റ വൈ ഡി തീറ്റ സെഡ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ കോമ്പണൻസ് ഓഫ് എ വെക്ടർ. ഓക്കെ, അതായത് തീറ്റ എക്സ് തീറ്റ വൈ തീറ്റ സെഡ് എന്ന് പറയുന്നത് ഫൈനൈറ്റ് റൊട്ടേഷൻസ് ആണെങ്കിൽ ഡി തീറ്റ എക്സ് ഡി തീറ്റ വൈ ഡി തീറ്റ സെഡ് എന്ന് പറയുന്നത് infinitesimal rotations ആണ്. Alright, these are rotations by infinitesimally small angles. Okay, so although rotations through finite angles do not commute, infinitesimal rotations do commute. ഓക്കെ, അതായത് നമ്മൾ റൊട്ടേഷൻ എടുക്കുന്ന ആംഗിൾ വളരെ ചെറുതാണെങ്കിൽ അത് കമ്മ്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഒമേഗ ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി represents a component of a true vector. കാരണം delta t tends to 0 എടുക്കുമ്പോൾ that means that you are talking about infinitesimal rotations. Alright, so they represent so this represents components of a true vector. അപ്പൊ ഇതിന്റെ കാരണം ബ്രീഫ് ആയിട്ട് നമ്മൾ പറയുന്നതിന്റെ കാരണം ഇതാണ്. ഓക്കെ, ഇൻഫാക്ട് ഇതിന്റെ ഓറിയന്റേഷൻ ഡിഫറെന്റ് ആയിരിക്കും. Alright, namely infinitesimal, if you take an infinitesimal rotation about x-axis and an infinitesimal rotation about y-axis, okay, and then you take it in the opposite order, d theta y, d theta x. Alright, നമ്മൾ നേരത്തെ ഫൈനൈറ്റ് റൊട്ടേഷന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മൾ ഇൻഫിനിറ്റെസിമൽ ആയിട്ടുള്ള ആംഗിൾസിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, മീൻസ് വെരി സ്മോൾ ആംഗിൾസ്. ഓക്കെ, അതായത് ഡി തീറ്റ എക്സ് ആദ്യം എടുത്തു, പിന്നെ ഡി തീറ്റ വൈ രണ്ടാമത് എടുത്തു, വെരി സ്മോൾ ആംഗിൾ. റൈറ്റ്, യു ടേക്ക് ഡി തീറ്റ വൈ ആൻഡ് ദെൻ ഡി തീറ്റ എക്സ്. റൈറ്റ്, അപ്പോൾ ഈ രണ്ട് റൊട്ടേഷൻസ് നമ്മൾ ഓപ്പോസിറ്റ് ഓർഡറിൽ എടുത്തു. റൈറ്റ്, അപ്പോൾ ഈ രണ്ട് ഓറിയന്റേഷൻ നമ്മൾ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓഫ് ദ ഓർഡർ ഓഫ്, ഈ രണ്ട് ഓറിയന്റേഷൻ നമ്മൾ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓഫ് ദ ഓർഡർ ഓഫ് ഡി തീറ്റ എക്സ് ഡി തീറ്റ വൈ. ഓക്കെ, ഇത് എക്സാക്ട്ലി സെയിം ഓറിയന്റേഷൻ അല്ല, പക്ഷേ ഈ ഓറിയന്റേഷനിലെ ഡിഫറൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സെക്കൻഡ് ഓർഡർ ക്വാണ്ടിറ്റി ഇൻ ദിസ് ഇൻഫിനിറ്റെസിമൽ ആംഗിൾ. റൈറ്റ്, ഇൻഫിനിറ്റെസിമൽ ആംഗിളിന്റെ സെക്കൻഡ് ഓർഡർ ക്വാണ്ടിറ്റി ആണ്. അതായത് നമ്മൾ യൂഷ്വലി ഡിഫറൻഷ്യൽ ഇതിൽ ചെയ്യുന്ന പോലെ തന്നെ ഫസ്റ്റ് ഓർഡർ എന്ന് പറയുന്നതിന് വളരെ ചെറുതാണ്, അപ്പോൾ സെക്കൻഡ് ഓർഡർ എന്ന് പറയുന്നത് ഇറ്റ്സ് സ്റ്റിൽ നെഗ്ലിജിബിൾ. റൈറ്റ്, സോ വെൻ ഇറ്റ്സ് ഇൻഫിനിറ്റെസിമൽ യു ക്യാൻ ഗെറ്റ് റിഡ് ഓഫ് the second order quantities. All right, so here we see that the difference in orientations between successive rotations through small angles delta theta x and delta theta y and orientations in the reverse order is a small rotation of magnitude delta theta x delta theta y. ഓക്കെ, അപ്പോൾ ഈ രണ്ട് നമ്മൾ ഓപ്പോസിറ്റ് ഓർഡറിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് ഫൈനൽ ഓറിയന്റേഷൻസ് കിട്ടും. ഈ രണ്ട് ഫൈനൽ ഓറിയന്റേഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി സ്മോൾ. റൈറ്റ്, ഇറ്റ്സ് നെഗ്ലിജിബിൾ, ഇറ്റ്സ് ഓഫ് ദ ഓർഡർ, ഇറ്റ്സ് ഇൻ ദ സെക്കൻഡ് ഓർഡർ. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, ഈ രണ്ട് ഫൈനൽ ഓറിയന്റേഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഡെൽറ്റ, ഈ ചെറിയ ആംഗിളിന്റെ സെക്കൻഡ് ഓർഡർ ക്വാണ്ടിറ്റീസ് ആണ്. ഡെൽറ്റ തീറ്റ എക്സ് ഡെൽറ്റ തീറ്റ വൈ എന്നിങ്ങനെയുള്ള സെക്കൻഡ് ഓർഡർ ക്വാണ്ടിറ്റീസ് ആണ്. Okay, so this term is second order in angle and vanishes in the limit delta theta tends to 0. Okay, അപ്പോൾ ഇതിന്റെ എക്സാക്ട് പ്രൂഫ് നമ്മൾ ഇവിടെ നോക്കുന്നില്ല. Alright, you might be, if you want you can look it up, or you might be learning this if you are going for higher studies. നമ്മൾ MSc ഒക്കെ പോകുന്ന സമയത്ത് ഇതിന്റെ പ്രൂഫ് ആക്ച്വലി നമ്മൾ ചെയ്യുന്നുണ്ട്. Alright, for now this argument is sufficient. Alright, you can take this argument and it is sufficient for now. Okay, you'll be learning more about this when you study maybe advanced mechanics. Okay, now ഇപ്പൊ ഇനി നമ്മളിപ്പോൾ ഇത് ആംഗുലർ വെലോസിറ്റി ഒരു വെക്ടർ ആണ് നമ്മൾ അസ്യൂം ചെയ്തു. റൈറ്റ്, വി ക്യാൻ ഈ രീതിയിൽ ആംഗുലർ വെലോസിറ്റി ഒരു വെക്ടർ ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാം. റൈറ്റ്, ഇപ്പോൾ വെക്ടർ ആയിട്ട് ഡിഫൈൻ ചെയ്യണ ഇതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് വരണം. നമുക്ക് വിൽ സി എ ഫ്യൂ എക്സാമ്പിൾ പ്രോബ്ലംസ് ആൻഡ് ഷോ ദാറ്റ് ദിസ് ആക്ച്വലി വർക്ക്സ്. റൈറ്റ്, ദിസ് ഡെഫിനിഷൻ ഓഫ് ആംഗുലർ വെലോസിറ്റി ആസ് എ വെക്ടർ ആക്ച്വലി വർക്ക്സ്. റൈറ്റ്, okay, now let's find. Alright, okay, നമ്മൾ angular velocity define ചെയ്തു. Let's say that we can define angular velocity like this. Alright, d theta x by dt I plus d theta y by dt j plus d theta z by dt k. Alright, ഇങ്ങനെ angular velocity നമ്മൾ define ചെയ്തെങ്കിൽ how does it relate with the usual velocity vector? Alright, ട്രാൻസ്ലേഷണൽ വെലോസിറ്റി വെക്ടർ ആയിട്ട് ഈ നമ്മൾ ഡിഫൈൻ ചെയ്ത ആംഗുലർ വെലോസിറ്റി വെക്ടർ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. വാട്ട്സ് ദ റിലേഷൻ ബിറ്റ്വീൻ ഒമേഗ വെക്ടർ ആൻഡ് വി വെക്ടർ? ഒമേഗ വെക്ടർ ഇസ് ഡിഫൈൻഡ് ലൈക്ക് ദിസ്. വി വെക്ടർ വി ഓൾറെഡി നോ, ഇറ്റ്സ് dr vector by dt. Okay, how are they related? Okay, that's the next question. അപ്പോൾ ഈ വി വെക്ടറും ഒമേഗ വെക്ടറും തമ്മിലുള്ള റിലേഷൻ കാണാൻ വേണ്ടിയിട്ട് ലെറ്റ്സ് കൺസിഡർ എ റൊട്ടേറ്റിംഗ് റിജിഡ് ബോഡി. ഓക്കെ, സോ യു ഹാവ് ഗോട്ട് എ റിജിഡ് ബോഡി which rotates about about a particular axis. Okay, and instantaneous ആയിട്ടുള്ള ആക്സിസ് നമുക്ക് n hat എന്ന് വിളിക്കും. ഈ ആക്സിസിനെ അപേക്ഷിച്ച് റൊട്ടേറ്റ് ചെയ്യുന്ന റിജിഡ് ബോഡി എടുക്കും. റൈറ്റ്, ഇറ്റ് കുഡ് ബി എ ടോപ്പ്, റൊട്ടേറ്റിംഗ് ടോപ്പ്, നമ്മൾ പമ്പരം എന്ന് പറയുന്നത്. ഇതൊരു പമ്പരം, ഒരു കറങ്ങുന്ന പമ്പരം. റൈറ്റ്, സോ ഇറ്റ്സ് യു നോ ദാറ്റ് ഇറ്റ്സ് റൊട്ടേറ്റിംഗ് അബൌട്ട് an instantaneous axis n hat. ഇതിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആണ് നമ്മൾ n hat എന്ന് പറയുന്നത്.
Okay, instantaneous axis എന്ന് പറയാൻ കാരണം the axis changes, all right. If the top is wobbling, then the axis also changes, all right. So this is the instantaneous axis. അപ്പോൾ ഒരു ഇൻസ്റ്റന്റിൽ ഇത് n hat എന്നുള്ള ആക്സിസിനെ അപേക്ഷിച്ച് റൊട്ടേറ്റ് ചെയ്യുന്നു എന്ന് കരുതുക. ഓക്കെ, നൗ ഈ ആക്സിസിന്റെ ഡയറക്ഷൻ നമ്മൾ n hat എന്നാണ് എഴുതുന്നത്. n vector hat or n hat is a unit vector. Okay, this hat says that it's a unit vector. Alright, now we choose a coordinate system. Analyze ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന coordinate system ഈ ആക്സിസിൽ തന്നെ ഒറിജിൻ ഉള്ളത് എടുക്കുക. Okay, for simplicity we'll take the coordinate system, the origin of the coordinate system which lies, the origin lying on the axis itself. ഈ റൊട്ടേഷൻ ആക്സിസിൽ തന്നെയാണ് ഒറിജിൻ ഉള്ളതെന്ന് എടുക്കാം. Alright, അതുപോലെ നമ്മൾ ഇനേർഷ്യൽ, ഈ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്. ഇറ്റ്സ് ഓൾസോ ഇനേർഷ്യൽ, റൈറ്റ്, ഫിക്സ്ഡ് ആൻഡ് ഇനേർഷ്യൽ. സോ വി ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് നമ്മൾ റോങ് കോർഡിനേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ആക്സിലറേറ്റഡ് കോർഡിനേറ്റ് സിസ്റ്റം ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഫിക്റ്റീഷ്യസ് ഫോഴ്സസും കാര്യങ്ങളെ കുറിച്ച് വറി ചെയ്യേണ്ടില്ല. റൈറ്റ്, വി ആർ ചൂസിങ് ആൻ ഇനേർഷ്യൽ കോർഡിനേറ്റ് സിസ്റ്റം. റൈറ്റ്, ഇനി ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത്, അപ്പോൾ ഇതാണ് നമ്മുടെ ഒറിജിൻ. റൈറ്റ്, അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾ എടുക്കുകയാണ്, നമ്മുടെ ഈ ടോപ്പിലുള്ള ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾ എടുക്കുകയാണ്. റൈറ്റ്, ഈ പാർട്ടിക്കിളിന്റെ പൊസിഷൻ വെക്ടർ, ഈ ഒരു പെർട്ടിക്കുലർ പാർട്ടിക്കിളിന്റെ പൊസിഷൻ വെക്ടർ ആർ വെക്ടർ ഓഫ് ടി എന്നാണ് നമ്മൾ എഴുതുന്നത്. റൈറ്റ്, അപ്പോൾ ഒറിജിനിൽ നിന്ന് ആ പാർട്ടിക്കിളിന്റെ പൊസിഷനിലേക്കുള്ള വെക്ടർ ആണ് നമ്മൾ ആർ വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ യു ക്യാൻ സീ ദാറ്റ് ദിസ് ആർ വെക്ടർ റൊട്ടേറ്റ്സ് അറൌണ്ട് ദിസ് ആക്സിസ് അല്ലേ. കാരണം നമ്മൾ ഒരു പമ്പരത്തിലുള്ള ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ദാറ്റ് പാർട്ടിക്കിൾ ആക്ച്വലി rotates around the axis. Right, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. You are looking at just one particle on this top and it's rotating. It's making a circle around the axis of rotation. It's making a circle around the axis of rotation. All right. At a particular time, this is the position vector r vector of t, and after a later time, it is r vector of t plus delta t. Okay, then r vector of t, and then it rotates like this. At a later time, t plus delta t, the position vector is r vector of t plus delta t. Okay, അപ്പോൾ ഇതിന്റെ ഇടയിലുള്ള ഡിഫറൻസ് വെക്ടറിനെയാണ് നമ്മൾ ഡെൽറ്റ ആർ വെക്ടർ എന്ന് പറയുന്നത്. റൈറ്റ്, സോ യു സീ ദാറ്റ് ആർ വെക്ടർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആർ വെക്ടർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി ഈസ് ആർ വെക്ടർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ആർ വെക്ടർ. റൈറ്റ്, ഇതാണ് ഡെൽറ്റ ആർ വെക്ടർ. റൈറ്റ്, സോ ദിസ് ഇസ് ഡെൽറ്റ ആർ വെക്ടർ. ഓക്കെ, അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ, അതായത് ആർ ഓഫ് ടി ഡെൽറ്റ ഡെൽറ്റ ആർ വെക്ടർ എന്ന് പറയുന്നത് ഇതാണ്. ഡെൽറ്റ ആർ വെക്ടർ ഇസ് ആക്ച്വലി r vector of t plus delta t. Okay, the position vector at a time t plus delta t minus the position vector at a time t. ഇതാണ് നമ്മൾ ഡെൽറ്റ ആർ വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് യു സീ ദാറ്റ് ഈ പൊസിഷൻ വെക്ടർ മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ, പൊസിഷൻ വെക്ടർ മുഴുവൻ എടുക്കുകയാണെങ്കിൽ യു സീ ദാറ്റ് ഇറ്റ് സ്വീപ്സ് ഔട്ട് എ കോൺ. റൈറ്റ്, ഈ ആർ വെക്ടർ ഈ സർക്കിളും കൂടെ ചേർന്ന ഭാഗം നോക്കുകയാണെങ്കിൽ ഇറ്റ് സ്വീപ്സ് ഔട്ട് എ കോൺ. റൈറ്റ്, ഇറ്റ്സ് എ കോൺ ലൈക്ക് ദാറ്റ്. ഇറ്റ്സ് എ കോൺ. ദിസ് ഇസ് എ കോൺ. റൈറ്റ്, സ്വീപ്സ് ഔട്ട് എ കോൺ. ഓക്കെ, ഓൾ റൈറ്റ്. അപ്പൊ ഈ ചിത്രത്തിലുള്ളത് ഡെൽറ്റ തീറ്റ എന്ന് പറയുന്ന ഒരു ചെറിയ ആംഗിൾ. റൈറ്റ്, ഡെൽറ്റ തീറ്റ എന്നുള്ള ആംഗിളിന്റെ റൊട്ടേഷൻ ആണ്. റൈറ്റ്, അത് എൻ ഹാറ്റ് ആക്സിസിന് ചുറ്റും നമ്മൾ കൺസിഡർ ചെയ്യുന്ന പാർട്ടിക്കിൾ, ജസ്റ്റ് ലുക്കിംഗ് അറ്റ് വൺ പാർട്ടിക്കിൾ. റൈറ്റ്, അതിന്റെ ഇനീഷ്യൽ ആംഗുലർ പൊസിഷൻ എങ്ങനെയാണുള്ളത്, അതിന്റെ ഫൈനൽ ആംഗുലർ പൊസിഷൻ എങ്ങനെയുള്ളതാണ്. സോ വി സേ ദാറ്റ് ഇറ്റ് ഹാസ് റൊട്ടേറ്റഡ് ബൈ ആൻ ആംഗിൾ ഡെൽറ്റ തീറ്റ. റൈറ്റ്, ഞാൻ വരയ്ക്കുന്ന ആംഗിൾ ആണ് ഡെൽറ്റ തീറ്റ. ഇറ്റ് ഹാസ് റൊട്ടേറ്റഡ് ബൈ ആൻ ആംഗിൾ ഡെൽറ്റ തീറ്റ. ഓക്കെ, അതുപോലെ ഈ ആർ വെക്ടറും എൻ ഹാറ്റും തമ്മിൽ ഒരു ആംഗിൾ ഉണ്ട്. റൈറ്റ്, ആർ വെക്ടറും ആക്സിസ് ഓഫ് റൊട്ടേഷൻ. റൈറ്റ്, വീണ്ടും പമ്പരം ഇമാജിൻ ചെയ്താൽ മതി. യു ക്യാൻ ഇമാജിൻ ദ ടോപ്പ്. റൈറ്റ്, അതിൽ ഈ ആർ വെക്ടറും ഈ പൊസിഷന്റെ പാർട്ടിക്കിളിന്റെ പൊസിഷൻ വെക്ടറും ഇതിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ തമ്മിലുള്ള ആംഗിൾ ആണ് ഫൈ. ഓക്കെ, ഫൈ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അതായത് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഈ ആക്സിസിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുന്നതല്ലാതെ ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് ഇറ്റ്സ് ആംഗിൾ. റൈറ്റ്, ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് ഇറ്റ്സ് ആംഗിൾ. ദിസ് എൻ ഹാറ്റ് is and the instantaneous axis of rotation. Right, അപ്പോൾ ഈ phi എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യുന്നില്ല. Okay, so angle phi between n hat and r vector is constant. Okay, and the tip of r vector moves on a circle of radius r sin phi. Alright, അപ്പോൾ ഈ ആർ വെക്ടറിന്റെ ടിപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഓക്കെ, ആർ വെക്ടറിന്റെ ടിപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഓക്കെ, ആർ വെക്ടറിന്റെ ആക്സിസിൽ നിന്ന് ആർ വെക്ടറിന്റെ ടിപ്പ്, ഈ ആർ വെക്ടറിന്റെ ഈ പോയിന്റിലേക്കുള്ള വെക്ടർ നമ്മൾ നോക്കുകയാണെങ്കിൽ, റൈറ്റ്, ഇവിടെ നിങ്ങോട്ടുള്ള വെക്ടർ നോക്കുകയാണെങ്കിൽ, ഓക്കെ, ഇതിന്റെ ഡിസ്റ്റൻസ്, ഇതിന്റെ ആക്സിസിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഓക്കെ, ദിസ് ഇസ് ആർ, ഇതിന്റെ ലെങ്ത് ആണ് ആർ, ഈ ആംഗിൾ ഫൈ ആണ്, ദിസ് ആംഗിൾ ഇസ് ഫൈ. ഓക്കെ, സോ വാട്ട് വി ഹാവ്, ഞാനിവിടെ റെഡിൽ കാണിച്ചിരിക്കുന്ന ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്, ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഫൈ ആണെങ്കിൽ, ഇഫ് ദിസ് ആംഗിൾ ഇസ് ഫൈ, ഓക്കെ, this length is simply r sin phi. Okay, this is r sin phi. Okay, I hope this is clear. Okay, so you have got a right angled triangle here.
Okay, and you see that sine phi, right? Sine phi is opposite. This is the opposite side. Okay, I'm drawing over the opposite side. This is the opposite side, and this is the hypotenuse. Okay, this is the hypotenuse. Okay, so this is r sine phi. The opposite side എന്ന് പറയുന്നത് it has to be equal to r sine phi. Okay, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. Okay, the angle phi between n hat and r vector is constant, and the tip of r vector moves on a circle of radius r sine phi. Alright, ഇതിന്റെ ലെങ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സർക്കിളിന്റെ റേഡിയസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഈക്വൽ ടു r sine phi. Okay, ഇവിടെയാണെങ്കിലും ഇത് r sine phi തന്നെയാണ് at any point. Okay, this is r sine phi. Okay, so the radius of the circle, നമ്മൾ ഈ കാണുന്ന സർക്കിളിന്റെ റേഡിയസ്, ഈ കോണിന്റെ മുകളിലുള്ള ഈ സർക്കിളിന്റെ റേഡിയസ് ആണ് r sine phi. ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. ഓക്കെ, ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ്. ഡിസ്പ്ലേസ്മെന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. നമുക്ക് ഈ സർക്കിൾ മാത്രം എടുത്ത് നോക്കാം. റൈറ്റ്, ഈ സർക്കിൾ മാത്രം നമ്മൾ ഇവിടെ ഇങ്ങനെ വരച്ചിരിക്കണം. വി ആർ ജസ്റ്റ് ടേക്കിംഗ് ദിസ് സർക്കിൾ. അതായത് ഇത് ആർ വെക്ടർ ഓഫ് ടിയുടെ ടിപ്പ് ട്രേസ് ഔട്ട് ചെയ്യുന്ന സർക്കിളാണ്. റൈറ്റ്, സോ ഇതിനെ മുകളിൽ നിന്ന് നോക്കുന്നതായിട്ട് കരുതിയാൽ മതി. ഓക്കെ, സോ ഐ ഹവ് ടേക്കൺ ദിസ് സർക്കിൾ ഹിയർ. അപ്പോൾ ഇതിന്റെ ലെങ്ത്, ഈ സർക്കിളിന്റെ റേഡിയസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇറ്റ് ഈസ് ആർ സൈൻ ഫൈ. ദിസ് ഈസ് r sin phi. Okay, ഇത് റൊട്ടേറ്റ് ചെയ്ത ആംഗിൾ ഡെൽറ്റ തീറ്റ ആണ്. റൊട്ടേറ്റ് ചെയ്ത ആംഗിൾ ഡെൽറ്റ തീറ്റ ആണ്. ഈ ലെങ്തിനാണ് നമ്മൾ ഡെൽറ്റ ആർ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഈ ലെങ്ത് ആണ് ഡെൽറ്റ ആർ വെക്ടറിന്റെ, ഡിസ്പ്ലേസ്മെന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ദിസ് ഇസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽറ്റ ആർ വെക്ടർ. ഓക്കെ, ഇനി ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, റൈറ്റ്, ഈ ഹാഫ് ആംഗിൾ എന്ന് പറയുന്നത് ഡെൽറ്റ തീറ്റ ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. ദിസ് ഇസ് ഡെൽറ്റ തീറ്റ ഡിവൈഡ് ബൈ 2. ഇത് എന്തിനാണ് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത് ചോദിക്കുകയാണെങ്കിൽ, then you get a right angle triangle. Okay, then you get a right angle triangle. അപ്പോൾ ഈ ട്രയാങ്കിൾ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ you get like this. This total angle is delta theta. This is delta theta by 2. This angle is also delta theta by 2. This is r sin phi. Okay, ഈ ലെങ്ത്, ഇതിന്റെ റേഡിയസ്, ഈ സർക്കിളിന്റെ റേഡിയസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ r sin phi ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഡെൽറ്റ ആർ വെക്ടറിന്റെ പകുതി, ഓക്കെ, ഹാഫ് ഓഫ് ദിസ് ഡെൽറ്റ ആർ വെക്ടർ, ഈ ഡെൽറ്റ ആർ വെക്ടറിന്റെ മോഡുലസിന്റെ പകുതി, റൈറ്റ്, ഡെൽറ്റ ആർ എന്നുള്ളതിന്റെ ലെങ്ത്, ഹാഫ് ഓഫ് ഇറ്റ്സ് ലെങ്ത് ഇസ് ഈക്വൽ ടു, യു ക്യാൻ ഫൈൻഡ് യൂസിങ് ദ usual trigonometric relations. Okay, so you see that it's equal to, ഇത് ഡെൽറ്റ തീറ്റ ഡിവൈഡ് ബൈ 2 ആണ്. നമ്മൾ സൈൻ ഡെൽറ്റ തീറ്റ ഡിവൈഡ് ബൈ 2 എടുക്കുകയാണെങ്കിൽ, ഓക്കെ, ഇവിടെ സൈൻ delta theta divided by 2. Alright, from this right angle triangle, you see that sine delta theta divided by 2, delta theta divided by 2 is this angle, delta theta divided by 2 is this angle. Okay, so sine delta theta divided by 2 is equal to opposite, this is equal to opposite side. What's opposite side? It's equal to modulus of delta r vector divided by 2. Okay, full length ആണ്, ഈ ഫുൾ ലെങ്ത് ആണ് മോഡുലസ് ഓഫ് ഡെൽറ്റ ആർ വെക്ടർ. ഓൾറൈറ്റ്, നമുക്ക് ഇവിടെ കിട്ടുന്ന ഈ മോഡുലസ് ഓഫ് ഡെൽറ്റ ആർ വെക്ടറിന്റെ പകുതിയാണ്. സോ ദിസ് ഇസ് മോഡുലസ് ഓഫ് ഡെൽറ്റ ആർ വെക്ടർ ഡിവൈഡഡ് ബൈ 2. ഓക്കെ, so that's not all. This is just the opposite divided by hypotenuse. Okay, opposite divided by hypotenuse. Hypotenuse is clearly r sin phi. So this is r sin phi. Okay, so from here you see that delta r vector, modulus of delta r vector is equal to 2r sin phi, okay, sin delta theta divided by 2. Okay, this is equal to 2r sin phi. Okay, just cross multiply and then sin delta theta divided by 2. This is delta r vector. It's the modulus of delta r vector. നമുക്ക് ലെങ്ത് മാത്രമാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. Okay, ഇനി ഡെൽറ്റ തീറ്റ വളരെ ചെറുതാണെങ്കിലോ, because we are talking about infinitesimal rotations. If we are talking about infinitesimal rotations, if delta theta is very small, we can make the approximation, we can use the approximation sin x, okay, sin theta for very small angles is equal to theta. So this we can approximate it as delta theta divided by 2. Okay, right, ചെറിയ angular displacement ആണെങ്കിൽ you can write delta r vector, modulus of delta r vector is equal to r sin phi. Okay, delta, so this is r by 2 sin phi delta theta divided by 2. Okay, so this is 2r sin phi, 2r sin phi delta theta divided by 2. We already 2 on that, 2 cancels with this 2 and you get modulus of delta r vector is equal to r sin phi delta theta. Okay, so we have got modulus of delta r vector is equal to r sin phi delta theta. ഡെൽറ്റ തീറ്റ എന്നുള്ള റൊട്ടേഷൻ നടക്കാൻ, ഓക്കെ, ഡെൽറ്റ തീറ്റ എന്നുള്ള ആംഗിൾ ട്രേസ് ഔട്ട് ചെയ്യാൻ എടുക്കുന്ന സമയം ഡെൽറ്റ ടി ആണെങ്കിൽ നമുക്ക് മോഡുലസ് ഓഫ് ഡെൽറ്റ ആർ വെക്ടർ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി കാണാം. ഓക്കെ, ദാറ്റ് വുഡ് ഗിവ് യു ദ ആവറേജ് വെലോസിറ്റി. മോഡുലസ് ഓഫ് ഡെൽറ്റ ആർ വെക്ടർ ഡിവൈഡ് ബൈ
delta t. Okay, so that's equal to r sine phi delta theta divided by delta t. Okay, just dividing by the time interval delta t. That's all on both sides. Okay. Now you take the limit delta t tends to 0. When delta t tends to 0, delta r vector is also infinitesimally small and it becomes modulus of dr vector divided by dt. Okay, the delta r by delta t you get dr vector by dt. Okay, you're taking infinitesimally small quantity. So this is r sine phi. Delta theta in the limit delta t tends to 0, we call it as a very small or infinitesimally small angle d theta, and this is d theta by dt. So you get modulus of dr vector by dt is equal to r sine phi d theta by dt. Okay. നമുക്ക് വെലോസിറ്റി വെക്ടറിന്റെ നമ്മുടെ യൂഷ്വൽ നമുക്ക് പരിചയമുള്ള വെലോസിറ്റി വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. ഓക്കെ, മോഡുലസ് ഓഫ് ഡി ആർ വെക്ടർ ബൈ ഡി ടി ഈക്വൽ ടു ആർ സൈൻ ഫൈ ഡി തീറ്റ ബൈ ഡി ടി. ഓക്കെ, ഇതാണ് വെലോസിറ്റി വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ്. വെലോസിറ്റി വെക്ടറിന്റെ ഡയറക്ഷൻ നോക്കിയാലോ? ഓക്കെ, വാട്ട് അബൌട്ട് ദ ഡയറക്ഷൻ ഓഫ് ദ വെലോസിറ്റി വെക്ടർ? വെലോസിറ്റി വെക്ടറിന്റെ ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ ഓക്കെ, ഈ ഡെൽറ്റ നമ്മൾ ഇനീഷ്യലി ഇങ്ങനെ ഒരു ആംഗിൾ ആണ് എടുത്തത്. ഓക്കെ, ഇങ്ങനെ ഒരു ആംഗിൾ ആണ് എടുക്കുന്നത്. ഇതിനെ നമ്മൾ ഡെൽറ്റ തീറ്റ എന്ന് വിളിച്ചു. ദിസ് വി കോൾഡ് ആസ് ഡെൽറ്റ തീറ്റ. Okay, അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ തന്നെയാണ് നമ്മൾ ഡെൽറ്റ ആർ വെക്ടർ എന്ന് വിളിച്ചത്. Okay, now if you take delta theta as infinitesimally small, right, if you take delta theta as infinitesimally small, smaller and smaller, you see that dr vector by dt അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് it's perpendicular, it becomes perpendicular, it becomes tangent to this point. Okay, dr vector by dt യുടെ ഡയറക്ഷൻ ഡെൽറ്റ ആറിന്റെ ഡയറക്ഷൻ അല്ല, ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടിയുടെ ഡയറക്ഷൻ അല്ല, ഡി ആർ വെക്ടർ ബൈ ഡി ടി വെക്ടറിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. ഓക്കെ, വി ഹാവ് സീൻ ദിസ് മെനി ടൈംസ്. ഓക്കെ, ഇറ്റ്സ് ടാൻജൻഷ്യൽ ടു ദാറ്റ് പോയിന്റ്. ഈ പോയിന്റിൽ ഒരു പോയിന്റിലുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് ആ പോയിന്റിൽ വരയ്ക്കുന്ന ടാൻജന്റ് ആണ്. ഓക്കെ, അപ്പോൾ ടാൻജന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് പെർപെൻഡിക്കുലർ ടു ദ റേഡിയസ് വെക്ടർ. ഓക്കെ, സർക്കുലർ മോഷൻ ആണെങ്കിൽ വി ക്യാൻ ഡു ദിസ്. Alright, ഇത് ഈ സർക്കിളിന്റെ മുകളിൽ നോക്കുകയാണെങ്കിലാണ്. ഓക്കെ, ഇഫ് യു ആർ ലുക്കിംഗ് അറ്റ് ദ ടോപ്പ് ലൈക്ക് ദാറ്റ്, യു ക്യാൻ അഗൈൻ ഡ്രോ ദാറ്റ് ഹിയർ. ദിസ് ഇസ് ആർ വെക്ടർ. ഓക്കെ, ദിസ് ആംഗിൾ ഇസ് phi and phi remains constant, and this is dr vector by dt, and instantaneous change, instantaneous rate of change. All right, and direction ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക. All right, at each point, okay, dr vector by dt is tangential. All right, at each point this dr vector by dt is changing. Okay, like that. It's like this there. ഈ പോയിന്റിലാണെങ്കിൽ അത് ഇങ്ങനെ ആയിരിക്കും. Okay, it's tangential. All right, it's tangential to every point. But dr vector by dt യുടെ ഡയറക്ഷൻ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. Okay, magnitude നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. It's r sin phi d theta by dt. All right, so we have got a vector. We know its direction, we know its magnitude, we know its direction. Okay, we also know its direction. All right, and now we make this observation. Okay, we make this observation that the direction of dr vector by dt, dr vector by dt direction നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. Okay, the direction of dr vector by dt, which is perpendicular to the plane of r vector and n hat. Okay, അതായത് ഡയറക്ഷൻ മാത്രമല്ല, ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും. ഓക്കെ, സോറി, ഇതിന്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും നമുക്ക് മാഗ്നിറ്റ്യൂഡ് നമ്മൾ ഓൾറെഡി എഴുതി, ആർ സൈൻ ഫൈ ഡി തീറ്റ ബൈ ഡി ടി എന്ന് എഴുതി. അതുപോലെ ഡയറക്ഷൻ നമ്മൾ ഇവിടെ ചിത്രത്തിൽ കാണിച്ചതാണ്. ഈ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഒരുമിച്ച് യു ക്യാൻ സീ ദാറ്റ് ഇറ്റ്സ് ഈക്വൽ ടു എൻ ഹാറ്റ് ക്രോസ് ആർ വെക്ടർ ഡി തീറ്റ ബൈ ഡി ടി. ഇത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മൾ എൻ ഹാറ്റ് ക്രോസ് ആർ വെക്ടർ d theta by dt എടുക്കുകയാണെങ്കിൽ you get a vector with magnitude r sin phi d theta by dt and direction as shown in the picture. Okay, that's the claim. All right, so now we make the claim that if you take n hat cos r vector d theta by dt, okay, it has this vector will have magnitude r sin phi d theta by dt and it will have direction as shown in this picture. That's a claim. All right, you can easily check this claim. Okay, let's check this claim now. Okay, അപ്പോൾ നമുക്ക് n hat cos r vector d theta by dt എന്നുള്ള വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ആദ്യം നോക്കാം. Let's first look at the magnitude. Right, I want you to check this claim. So let's look at the magnitude. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? മോഡുലസ് ഓഫ് n hat, മോഡുലസ് ഓഫ് r vector, alright, sin phi അല്ലേ? ബിക്കോസ് n hatും r vectorും തമ്മിലുള്ള ആംഗിൾ phi ആണ്. n hatും r vectorും തമ്മിലുള്ള ആംഗിൾ phi ആണ്. This is n hat, this is r vector, alright, ഇത് തമ്മിലുള്ള ആംഗിൾ phi ആണ്. Okay, so if you check this, the magnitude of this cross product is modulus of n hat, modulus of r vector, sin phi. ഇവിടെ d theta by dt അങ്ങനെ തന്നെയുണ്ട്. What's modulus of n hat? Is a unit vector, so its modulus is 1. Okay, modulus of r vector is simply r. Okay, this is r, and then you have got sin phi d theta by dt. This is exactly what we have here. നമ്മൾ dr vector by dt യുടെ മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്തത്
it's exactly equal to the magnitude of the vector n hat cross r vector. Alright, നമുക്ക് ഡയറക്ഷനും കൂടെ ചെക്ക് ചെയ്യണം. Alright, ഇത് നമ്മളിങ്ങനെ ഡയറക്ഷൻ മാഗ്നിറ്റ്യൂഡ് സെയിം ആണെന്നാണ് പറയുന്നത്. ലെറ്റ്സ് ഓൾസോ ചെക്ക് ദ ഡയറക്ഷൻ. ഡയറക്ഷൻ കാൽക്കുലേറ്റ് നമ്മൾ ഉപയോഗിക്കേണ്ടത് റൈറ്റ് ഹാൻഡ് റൂൾ ആണ്. റൈറ്റ് ഹാൻഡ് റൂൾ. ഓക്കെ, സോ ദിസ് ഇസ് n hat, this is the direction n hat. Okay, and this is the direction r vector. അപ്പോൾ നമുക്ക് n hat നമുക്ക് ഈ പോയിന്റിലുള്ള ഡയറക്ഷൻ ആണ് വേണ്ടെങ്കിൽ ഇത് നമുക്കറിയാം, we have to keep them tail to tail, right? We have to keep them tail to tail. Okay, so we imagine that n hat is here and r vector is like that, not like that. So let's put n hat here, the direction. Okay, n hat ന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. ഈ പോയിന്റിൽ നമുക്ക് ആ വെക്ടർ വരയ്ക്കാം, ദാറ്റ്സ് ഫൈൻ. ഓൾറൈറ്റ്, അതുപോലെ r വെക്ടറിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. Okay, now you use the right hand rule to find the direction. Use the right hand rule to find the direction of n hat cross r vector. Right hand rule ഉപയോഗിക്കുന്ന സമയത്ത് you see that this is the direction of n hat cross r vector. Okay, you can check that. All right, ഇത് വേറെ രീതിയിലും കാണാം. We know that n hat cross r vector, ന്റെ direction. Okay, we know that it has to be perpendicular to both n hat and r vector. It has to be perpendicular to both n hat and r vector. Right, you see that this vector satisfies that condition. Right, you can use the right hand rule. Right, again, it's better to use the right hand rule, and you see that this indeed is the correct direction. Right, you can extend r vector like that and use the right hand rule. You see that n hat cross r vector has this direction. Okay, അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടത് ഇപ്പം നമ്മൾ ഡിഫൈൻ ചെയ്ത വെലോസിറ്റി വെക്ടർ, നമ്മൾ കണ്ടുപിടിച്ച വെലോസിറ്റി വെക്ടർ r sin phi d theta by dt in this direction ആണ്. It is reproduced by this combination n hat cross r vector d theta by dt. Okay, now we can define this n hat, this we can write as n hat d theta by dt cos, okay, n hat d theta by dt cos r vector. ഈ n hat d theta by dt എന്നുള്ള വെക്ടറിനെ നമുക്ക് ഒമേഗ വെക്ടർ എന്ന് വിളിക്കാം. So this is equal to omega vector cross r vector. So we have got v vector is equal to omega vector cross r vector. Okay, so നമ്മൾ ഇവിടെ കാണുന്ന dr by dt, dr vector by dt is equal to v vector, which is equal to omega vector cross r vector. Right, v vector is equal to omega vector cross r vector. ഇതാണ് ആംഗുലർ വെലോസിറ്റി വെക്ടറും നമ്മുടെ യൂഷ്വൽ നമ്മൾ ട്രാൻസ്ലേഷണൽ മോഷനിൽ പരിചയപ്പെട്ട വെലോസിറ്റി വെക്ടറും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, v vector is equal to omega vector cross r vector. Right, അപ്പോൾ ഈ ഒമേഗ വെക്ടർ ഇതുവരെ നമ്മൾ ആംഗുലർ വെലോസിറ്റി കണ്ടത് ഒരു ഫിക്സ്ഡ് ആക്സിസ് റൊട്ടേഷൻ അതുപോലെയുള്ള കേസസിലാണ്. ഓൾറൈറ്റ്, ബട്ട് ദിസ് ഇസ് എ ഫുൾ വെക്ടർ ക്വാണ്ടിറ്റി. ഈ ഒമേഗ വെക്ടർ എന്ന് പറയുന്ന ഒരു ഫുൾ വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ദിസ് മീൻസ് ദാറ്റ് ഇറ്റ് വിൽ ഹാവ് കോമ്പണൻസ് along all the directions. It will have an x component, it will have a y component, it will have a z component. So this is omega x I hat plus omega y j hat plus omega z k hat. Okay, അതായത് any rotation, even rotation, right, angular velocity can be decomposed into three separate rotation. Okay, you can write it as a resultant of three separate angular velocities. Angular velocity about x direction, angular velocity about y direction, and angular velocity about z direction. Okay, അപ്പോൾ ഇത് പെട്ടെന്ന് ഇമാജിൻ ചെയ്യാൻ കുറച്ച് ഇൻറ്റുയിറ്റീവ് ആയിട്ട് കിട്ടുന്ന കാര്യമല്ല. Okay, but we'll get used to it, right? When we solve problems and when we try to use these things, we'll get slowly used to it. Okay, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് we'll solve a few problems just to understand this. Okay, let's look at a couple of examples first. അപ്പോൾ ഈ രണ്ട് എക്സാമ്പിളിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ v vector cross omega, v vector is equal to omega vector cross r vector എന്നുള്ള റിലേഷൻ നമുക്ക് അറിയാവുന്ന റിലേഷൻസ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ റൊട്ടേഷണൽ മോഷനായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അറിയാവുന്ന വേറെ റിലേഷൻസ് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. So that will convince us that this definition is indeed correct. Okay, അപ്പോൾ ആദ്യം നമുക്ക് ഇങ്ങനെ ഒരു കേസ് എടുക്കാം. Right, so we'll take the case of rotation in the xy plane. Okay, xy plane rotate ചെയ്യാണ്. So it's rotating about the z axis. Okay, this is z axis. Okay, z axis is pointing out of the board. Alright, z axis is pointing out of the board. പുറത്തേക്കുള്ള ഡയറക്ഷൻ നമ്മൾ k hat എന്ന് പറയുന്നത്, ബോർഡിന്റെ പുറത്തേക്കുള്ള ഡയറക്ഷനാണ് k hat എന്ന് പറയുന്നത്. ഈ z ആക്സിസിനെ അപേക്ഷിച്ച് റൊട്ടേറ്റ് ചെയ്യാണ്. ഒബ്ജക്റ്റ് xy പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യാണ്. So it's rotating like that in the xy plane. The axis of rotation is along the z axis. Okay, or k hat direction. അങ്ങനെയാണെങ്കിൽ ഒമേഗ വെക്ടറിനെ നമുക്ക്, right, omega vector, alright, we'll call it as omega k hat.
Okay, omega എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ആണ്, ആംഗുലർ സ്പീഡ് ആണ്. K hat is the axis of rotation. അപ്പോൾ നമ്മൾ തൊട്ട് മുൻപ് നോക്കിയിട്ടുണ്ടെങ്കിൽ we knew that omega vector, the direction of omega vector is given by the axis of rotation. Okay, ഇങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. N hat d theta by dt. Okay, this was omega vector, right? സോ അതുകൊണ്ടാണ് ഇവിടെ n hat d theta by dt എന്നുള്ളതിനെയാണ് ഒമേഗ എന്ന് എഴുതിയിരിക്കുന്നത്, മാഗ്നിറ്റ്യൂഡ് അലോൺ. ഓക്കെ, ദിസ് ഇസ് എ വെക്ടർ, ദിസ് ഇസ് എ മാഗ്നിറ്റ്യൂഡ് അലോൺ, ആൻഡ് വാട്ട്സ് ദ ഡയറക്ഷൻ ഓഫ് ദിസ് റൊട്ടേഷൻ ഇസ് ദ യൂണിറ്റ് വെക്ടർ ഓർ ദ ആക്സിസ്, ദ യൂണിറ്റ് വെക്ടർ അലോങ് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ വിച്ച് ഇസ് k hat ഇൻ ദിസ് കേസ്. ഓക്കെ, അതുപോലെ ആർ വെക്ടറിന്റെ പൊസിഷൻ വെക്ടർ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് xi plus yj. Alright, now let's find v vector in this case. Okay, v vector എന്ന് പറയുന്നത് we said it's equal to omega vector cos r vector. This was our definition. Alright, v vector is equal to omega vector cos r vector എന്നുള്ളതായിരുന്നു നമ്മുടെ definition. Let's see if this works. Alright, we are going to check if this works. നമുക്ക് ആദ്യം omega vector cos r vector കണ്ടുപിടിക്കാം. So that's equal to omega k hat. Omega vector is omega k hat cos xi plus yj, because r vector is xi plus yj. Alright, and this is omega. Okay, k cos I is j. Alright, k cos I is j. Similarly, k cos j is minus I. Okay, k cos j is minus I. So you get omega xj minus yi. Alright, അപ്പോൾ ഇങ്ങനെയാണ്, this is the velocity that we got from omega cos r vector. Okay, alright, ഇനി നമ്മൾ വെലോസിറ്റി, ഇതിന്റെ വെലോസിറ്റി ആക്ച്വലി നമ്മൾ പോളാർ കോർഡിനേറ്റ്സിൽ എഴുതുകയാണെങ്കിൽ, alright, പ്ലെയിൻ പോളാർ കോർഡിനേറ്റ്സിൽ എഴുതുകയാണെങ്കിൽ ഇതിന്റെ വെലോസിറ്റി വെക്ടർ എങ്ങനെയായിരിക്കും? What's the velocity vector? So it's rotating like this. Okay, rotation direction ആണ് നമ്മൾ theta hat എന്ന് പറയുന്നത്. The direction of rotation is theta hat. Okay, അപ്പോൾ ഈ വെലോസിറ്റി വെക്ടറിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്, okay, ഈ വെലോസിറ്റി വെക്ടറിന്റെ ഡയറക്ഷൻ theta hat ഡയറക്ഷൻ തന്നെ ആയിരിക്കണം. Right, and then we know that we are correct. Right, അതുപോലെ മാഗ്നിറ്റ്യൂഡിൽ സെയിം ആയിരിക്കണം. So let's analyze this in plane polar coordinates. Okay, let's analyze this in. Now let's look at it from plane polar coordinates. Okay, plane polar coordinates already നിങ്ങൾക്ക് പരിചയം ഉണ്ടാവുമെന്ന് കരുതുന്നു. Okay, so instead of Cartesian x and y, x ഉം y എടുക്കുകയാണെങ്കിൽ നമുക്ക് പാർട്ടിക്കിളിന്റെ പൊസിഷൻ പറയാൻ കഴിയും. Right, അതിന് പകരം നമ്മൾ ചെയ്യുന്നത്, you give this distance, okay, ഇതിന്റെ റേഡിയൽ ഡിസ്റ്റൻസ് കൊടുക്കുക, also the angle theta. Okay, ഈ രണ്ട് കാര്യങ്ങളും പറഞ്ഞാൽ മതി. ഒന്നുകിൽ x and y കൊടുക്കുക, അല്ലെങ്കിൽ r, theta കൊടുക്കുക. Okay, so these are two different ways of using a, so these are two different ways of giving the position of an object, right, position of a particle. Right, അപ്പോൾ രണ്ട് different types of coordinate systems ആണ്. Okay, അപ്പോൾ ഈ രണ്ട് കോർഡിനേറ്റ് സിസ്റ്റംസിന്റെ ഇടയിലുള്ള രണ്ട് കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ ഇടയിലുള്ള കോർഡിനേറ്റ്സിനെ, okay, രണ്ട് കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ള കോർഡിനേറ്റ്സിനെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻസിനെയാണ് നമ്മൾ ട്രാൻസ്ഫർമേഷൻ ഇക്വേഷൻസ് പറയുന്നത്. ഇവിടെയുള്ള ട്രാൻസ്ഫർമേഷൻ ഇക്വേഷൻ സിമ്പിൾ ആണ്, x ഈക്വൽ ടു r cos theta, y is equal to r sin theta. Okay, this is easily seen. Okay, കാരണം ഈ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ആണ് നമ്മൾ എടുക്കുന്നതെന്ന് കരുതുക. Right, so I think I shall draw it here. Okay, you have got a point here. Alright, അപ്പോൾ ഇതിന്റെ ഈ പൊസിഷൻ ആണ് നമുക്ക് പറയേണ്ടതെന്ന് കരുതുക. Okay, അപ്പോൾ നമ്മൾ യൂഷ്വലി കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ആണെങ്കിൽ വിൽ സേ ദാറ്റ് this distance is x. Okay, ഈ ഡിസ്റ്റൻസിന് നമ്മൾ x എന്ന് പറയുന്നത്, ഈ ഡിസ്റ്റൻസിനാണ് നമ്മൾ y എന്ന് പറയുന്നത്. Okay, അപ്പോൾ ഈ പോയിന്റിനെ സ്പെസിഫൈ ചെയ്യാൻ ജസ്റ്റ് സേ x, y. ഇനി x, y പറയുന്നതിന് പകരം പോളാർ കോർഡിനേറ്റ്സിന് നമ്മൾ ചെയ്യുന്നത്, you tell the distance from the ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് പറയും, ഇതിനെ നമ്മൾ r എന്ന് വിളിക്കുന്നത്. യു ഓൾസോ സേ ദ ആംഗിൾ, ഈ ആംഗിളും കൂടെ പറയുക. ഈ r, theta പറഞ്ഞാലും the position is completely specified. So either we can say x, y, that would be called Cartesian coordinate system, or we can describe the position by giving the values of r and theta. Okay, അപ്പോൾ ഈ രണ്ട് ഡിഫറെന്റ് സിസ്റ്റംസ് തമ്മിലുള്ള കണക്ട് ചെയ്യുന്ന ഇക്വേഷൻസ് ആണ് ഈ ട്രാൻസ്ഫർമേഷൻ ഇക്വേഷൻസ്. അത് നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈസിലി കാണാൻ കഴിയും, കാരണം x ഉം r തമ്മിലുള്ള റിലേഷൻ. You see that r cos theta is equal to x. Okay, this angle is theta, this is r. So r cos this is a right angle triangle. So you clearly see that x is equal to r cos theta and y is equal to r sin theta. അതാണ് നമുക്ക് ഇവിടെ ഉള്ളത്, x equal to r cos theta and y equal to r sin theta. Okay, അപ്പോൾ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന എക്സ്പ്രഷൻ ഇതായിരുന്നു. we were looking at the expression for v vector. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് v vector is equal to omega vector cos r vector, omega vector cos r vector എന്നുള്ളതിനായിരുന്നു. And in the previous slide we got this expression, v vector is equal to omega xj hat minus y I hat.
xj hat minus yi hat. Okay, നമ്മൾ തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ കണ്ട എക്സ്പ്രഷൻ ആണ്. v is equal to omega cos r vector നമ്മൾ എടുക്കുകയാണെങ്കിൽ, right, in this particular case of rotation in the xy plane, you see that v vector is equal to omega xj hat minus yi hat. നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ ഉപയോഗിച്ച് പ്ലെയിൻ പോളാറിലേക്ക് പോവുകയാണെങ്കിൽ, this is equal to x എന്നുള്ളതിന് r cos theta എന്നിടാം, y എന്നുള്ളതിന് r sin theta എന്നിടാം. r can be pulled out and you get v vector is equal to omega r j cos theta minus I sin theta. Okay, in j cos theta minus I sin theta is actually the unit vector theta hat. It's actually the unit vector theta hat. അതായത് നമ്മൾ പ്ലെയിൻ പോളാർ കോർഡിനേറ്റ്സ് എടുക്കുകയാണെങ്കിൽ രണ്ട് ഡയറക്ഷൻസ് ആണുള്ളത്. ഒന്ന് റേഡിയൽ ഡയറക്ഷൻ, റേഡിയലി ഔട്ട്വേർഡ് ഡയറക്ഷൻ, നമ്മൾ ആർ ഹാറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷൻ തീറ്റ ഹാറ്റ്. ഇതിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷൻ ആണ് തീറ്റ ഹാറ്റ്. ഓക്കെ, ഈ രണ്ട് യൂണിറ്റ് വെക്ടേഴ്സ് ആണ് പ്ലെയിൻ പോളാർ കോർഡിനേറ്റ്സ് എടുക്കുമ്പോൾ. കാർട്ടീഷ്യൻ എടുക്കുകയാണെങ്കിൽ രണ്ട് പൊസിഷൻ വെക്ടർ നമ്മൾ എക്സ് ഹാറ്റ്, ഇതിനെ ഐ ഹാറ്റ് എന്നും വൈ ജെ ഹാറ്റ് എന്നും പറയും. ഓക്കെ, ഒരു പ്ലെയിനിലാണെങ്കിൽ. പ്ലെയിൻ പോളാർ ആണെങ്കിൽ യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് പറയുന്നത് ആർ ഹാറ്റും തീറ്റ ഹാറ്റും ആണ്. ദീസ് ആർ ഓർത്തോഗണൽ ടു ഈച്ച് അതർ. ഓക്കെ, മ്യൂച്വലി ഓർത്തോഗണൽ ആണ്. ഇതൊരു ഓർത്തോഗണൽ കോർഡിനേറ്റ് സിസ്റ്റം ആണ്. പ്ലെയിൻ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഓർത്തോഗണൽ കോർഡിനേറ്റ് സിസ്റ്റം ആണ്. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ഒരു ഓർത്തോഗണൽ കോർഡിനേറ്റ് സിസ്റ്റം ആണ്. ഓക്കെ, ഇനി ഈ ജെ കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റ പറയുന്നത് തീറ്റ ഹാറ്റ് ആണെന്നാണ് പറയുന്നത്. റൈറ്റ്, വി ക്യാൻ ഈസിലി ചെക്ക് ദിസ്. ഓക്കെ, ദിസ് ഇസ് ഈസിലി ചെക്ക്. നമ്മൾ ഈ ചിത്രം നോക്കുകയാണെങ്കിൽ, റൈറ്റ്, ഇവിടെ ഇതാണ് ഇതിന്റെ പൊസിഷൻ. റൈറ്റ്, അപ്പോൾ ഇതാണ് ആർ ഹാറ്റ് ഡയറക്ഷൻ. ദിസ് ഇസ് ആർ ഹാറ്റ് ഡയറക്ഷൻ. ഓക്കെ, ഇതാണ് തീറ്റ ഹാറ്റ് ഡയറക്ഷൻ. ദിസ് ഇസ് തീറ്റ ഹാറ്റ് ഡയറക്ഷൻ. അപ്പോൾ തീറ്റ ഹാറ്റ് ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഓക്കെ, ഇതാണ് തീറ്റ ഹാറ്റ് ഡയറക്ഷൻ. ഇപ്പോൾ ഈ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടറിനാണ് നമ്മൾ തീറ്റ ഹാറ്റ് എന്ന് പറയുന്നത്. തീറ്റ ഹാറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടർ ആണ്. റൈറ്റ്, ഇതിനെ നമ്മൾ റിസോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഈ തീറ്റ ഹാറ്റിനുള്ള കോമ്പണൻസ്, ഈ വെക്ടറിനെ, ഇത് യൂണിറ്റ് വെക്ടർ ആണ്. റിമെമ്പർ ദാറ്റ് ദിസ് യൂണിറ്റ് വെക്ടർ. ഇതിനെ നമുക്ക് രണ്ട് വെക്ടറിന്റെ വെക്ടർ സം ആയിട്ട് എഴുതാം, റിസൾട്ടന്റ് ആയിട്ട് എഴുതാം. ഇങ്ങനെ ഒരു വെക്ടർ, ഇങ്ങനെ ഒരു വെക്ടർ. Okay, we can write it as resultant of two vectors. Okay, a vector like this and a vector like that. All right, you might be familiar with the decomposing vectors like that. All right, ഇനി നമുക്ക് ഈ കോമ്പണൻസ് കിട്ടണമെങ്കിൽ, റൈറ്റ്, ഈ ഡയറക്ഷനുള്ള കോമ്പണന്റ് ഈ ഡയറക്ഷനുള്ള കോമ്പണന്റും കിട്ടണമെങ്കിൽ ഇതിന്റെ ഇടയിലുള്ള ആംഗിൾ അറിയണം. പക്ഷേ ഈ ആംഗിൾ ഓൾറെഡി നമുക്കറിയാം. ഓക്കെ, എക്സും ആറും തമ്മിലുള്ള ആംഗിൾ നമുക്കറിയാം. റൈറ്റ്, ഇനി തീറ്റ എന്നുള്ള ഡയറക്ഷൻ ഇതിന് പെർപെൻഡിക്കുലർ ആണ്. റൈറ്റ്, ഇവിടെ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് എക്സിന് പെർപെൻഡിക്കുലർ ആണ്. Alright, this is perpendicular to x. Okay, അപ്പോൾ ഇതിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻസ് നമ്മൾ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ വരച്ചു. അതുപോലെ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഈ ആംഗിളും തീറ്റ തന്നെയാണ്. ഓക്കെ, അതായത് ഈ രണ്ട് ലൈൻസിന്റെ ഇടയിലുള്ള ആംഗിൾ തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനൊരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. ഓൾറൈറ്റ്, അതുപോലെ ഇതിനും എക്സിന്റെ ഡയറക്ഷന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഈ ആംഗിളും തീറ്റ തന്നെയായിരിക്കും. Alright, so if this angle is theta, then the angle between the perpendicular lines is also theta. ഓക്കെ, അതാണ് നമ്മൾ ഇവിടെ ആംഗിൾ തീറ്റ എന്ന് എടുത്തിരിക്കുന്നത്. Alright, ഇത് തീറ്റ ആണെങ്കിൽ ദിസ് ആംഗിൾ ഹാസ് ടു ബി 90 മൈനസ് തീറ്റ. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ കോമ്പണൻസ് നോക്കാം. തീറ്റ ഹാറ്റിനുള്ള യൂണിറ്റ് വെക്ടറിന്റെ കോമ്പണൻസ് നോക്കാം. റൈറ്റ്, സോ ആദ്യം നമുക്ക് y ഡയറക്ഷനുള്ള കോമ്പണന്റ് നോക്കാം. ഈ ഡയറക്ഷനുള്ള കോമ്പണന്റ് നോക്കാം. ഈ ഡയറക്ഷനുള്ള കോമ്പണന്റ് നോക്കാം. അപ്പോൾ ക്ലിയർലി ദാറ്റ് കോമ്പണന്റ് ഈസ് മോഡുലസ് ഓഫ് തീറ്റ ഹാറ്റ് കോസ് തീറ്റ. Okay, modulus of theta hat cos theta, but modulus of theta hat is 1 because it's a unit vector. അപ്പോൾ അതിന്റെ j ഡയറക്ഷനിലുള്ള കോമ്പണന്റ് പറയുന്നത് cos theta ആണ്. ഓക്കെ, ഇനി ഈ ഡയറക്ഷനിൽ ഒരു കോമ്പണന്റ് ഉണ്ട്, ഈ ആംഗിൾ 90, ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ this is 90 minus theta. Okay, so this is modulus of theta hat cos 90 minus theta, which is sin theta. Okay, so you have got modulus of theta hat is 1, so you have got sin theta. നമ്മൾ ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ ഈ കോസ് തീറ്റ എന്ന് പറയുന്ന കോമ്പണന്റ് ഇറ്റ്സ് ഇൻ ഡയറക്ഷൻ ഓഫ് പ്ലസ് ജെ ഹാറ്റ് ഡയറക്ഷൻ അല്ലെ, ജെ ഹാറ്റിന്റെ ഡയറക്ഷനിലാണ് ഇതുള്ളത്. സോ ദ വെക്ടർ തീറ്റ ഹാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ്, സോ ഐ ഷുഡ് യൂസ് എ ബെറ്റർ കളർ ഹിയർ. സോ വി ക്യാൻ റൈറ്റ് തീറ്റ ഹാറ്റ് ആസ്, ഓക്കെ, യു ഹാവ് ഗോട്ട് കോസ് തീറ്റ ഇൻ ദ ജെ ഡയറക്ഷൻ, കോസ് തീറ്റ ഇൻ ദ ജെ ഡയറക്ഷൻ. ഓക്കെ, ദാറ്റ്സ് കോസ് തീറ്റ ഇൻ ദ ജെ ഡയറക്ഷൻ. ഓക്കെ, ആൻഡ് സൈൻ തീറ്റ in the minus I direction. Alright, ഈ ഡയറക്ഷൻ ആണ് പ്ലസ് ഐ എന്നുള്ളത്. അപ്പോൾ ഈ ഡയറക്ഷൻ എന്ന് പറയുന്നത് മൈനസ് ഐ ഡയറക്ഷൻ ആണ്. ഇതിന്റെ ലെങ്ത് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഈ വെക്ടറിനെ ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്തപ്പോൾ ഇതിന്റെ ലെങ്ത് നമുക്ക് കിട്ടി. Alright, so that's cos, that is sin theta, and the direction is minus I hat. Direction is minus I hat. Alright, so you see that this theta hat can be written as j hat cos theta minus I hat sin theta. Okay, അത് തന്നെയാണ് നമുക്ക് ഇവിടെ ഉള്ളത്, j hat cos theta minus I hat sin theta. So this v vector can be written as omega r theta hat.
Okay, അപ്പോൾ നമ്മളിവിടെ ചെയ്തത്, we started with the expression v vector is equal to omega vector cross r vector. Okay, അതിനെ പ്ലെയിൻ പോളാർ കോർഡിനേറ്റ്സിലേക്ക് മാറ്റിയപ്പോൾ വി ഗെറ്റ് ദ റിലേഷൻ വി വെക്ടർ ഇസ് ഈക്വൽ ടു ഒമേഗ ആർ തീറ്റ ഹാറ്റ്. ഇനി ഈ റിലേഷൻ നമുക്ക് പരിചയമുള്ളതാണ്, ഈ എക്സ്പ്രഷൻ നമുക്ക് പരിചയമുള്ളതാണ്. അതായത് എക്സ് വൈ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിൾ, റൈറ്റ്, അതാണ് ഇവിടെ രണ്ടാമത്തെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. എക്സ് വൈ പ്ലെയിനിൽ ഇങ്ങനെ ഒരു സർക്കുലർ മോഷനിൽ പോകുന്ന ഒരു പാർട്ടിക്കിൾ, റൈറ്റ്. ഇതിന്റെ വെലോസിറ്റി വെക്ടർ എന്ന് പറയുന്നത്, ഇതിന്റെ വെലോസിറ്റി വെക്ടർ ഇത് ഒരു സർക്കുലർ മോഷൻ ആണെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ ഈ പോയിന്റിലുള്ള അതിന്റെ വെലോസിറ്റി വെക്ടർ എന്ന് പറയുന്നത് ആ പോയിന്റിന് ടാൻജന്റ് ആയിട്ടായിരിക്കും, അതാണ് ഇവിടെ വരച്ചിരിക്കുന്നത് വെലോസിറ്റി വെക്ടർ. Okay, ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്കറിയാം, v is equal to r omega. Alright, so this is v is equal to omega r magnitude. What's the direction? Theta hat. Okay, അതായത് v vector equal to omega vector cos r vector എന്നുള്ള റിലേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് we have reached a relation that we are familiar with. We know that this is correct. Okay, this has to be the velocity. Its magnitude is omega r and it's in the direction theta hat. Okay, so this is the velocity of a particle moving in a circle of radius r at angular velocity omega. Alright, അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് v equal to omega cos r എന്നുള്ള relation. That's fine. Alright, we are getting back the relations that we are actually familiar with. Okay, so this definition seems to be working just fine. Alright, we'll have a look at one more example to see that it indeed works. Let's look at a second example. Okay, അപ്പോൾ ഈ വെക്ടർ നേച്ചർ ഓഫ് ആംഗുലർ വെലോസിറ്റി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഇക്വേഷൻ, നമ്മൾ അസ്യൂം ചെയ്ത ഇക്വേഷൻ, നമ്മൾ കണ്ടുപിടിച്ച ഇക്വേഷൻ, ഓക്കെ, വി വെക്ടർ ഇസ് ഈക്വൽ ടു ഒമേഗ വെക്ടർ ക്രോസ് ആർ വെക്ടർ. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിന് വേറെ നോക്കാം. സോ ലെറ്റ്സ് ഫൈൻഡ് വി വെക്ടർ ഇൻ എ സ്പെസിഫിക് കേസ് ആൻഡ് വി നീഡ് ടു ചെക്ക്. അപ്പോൾ വി വെക്ടർ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക നമ്മുടെ യൂഷ്വൽ വെക്ടർ ഇത് ഉപയോഗിച്ചാണ്, ആൻഡ് വിൽ സി ഇഫ് ഒമേഗ വെക്ടർ ക്രോസ് ആർ വെക്ടർ ഗിവ്സ് ദ സെയിം എക്സ്പ്രഷൻ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് വി വെക്ടർ കണ്ടുപിടിക്കും വിതൗട്ട് യൂസിങ് ഒമേഗ വെക്ടർ ക്രോസ് ആർ വെക്ടർ, ആൻഡ് then we'll check whether omega vector cos r vector will give the correct expression for v vector. Okay, this is what we'll do now. So consider a particle rotating in a vertical plane as shown in the sketch. Okay, so there's a particle which rotates in the vertical plane. Okay, you have got the xy plane here. Okay, ഇവിടെ xy plane ഉണ്ട്. അപ്പോൾ xy plane vertical ആയിട്ടാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. Okay, xy plane vertical ആയിട്ടാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. Okay, so the xy plane is cutting right through this plane of rotation. Okay, you can imagine this as a disk. അപ്പോൾ ഡിസ്കിന്റെ ക്രോസ് സെക്ഷൻ, okay, ഡിസ്കിന്റെ ക്രോസ് സെക്ഷൻ അല്ലെങ്കിൽ ഡിസ്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് പെർപെൻഡിക്കുലർ ടു ദ xy plane. Alright, so that's it. Okay, and the angular velocity lies in the xy plane. Angular velocity direction ഇതാണ്. Alright, so this is the direction of angular velocity. Okay, it lies in the xy plane. Angular velocity direction xy പ്ലെയിനിലാണ്. അതിന്റെ അർത്ഥം ആക്സിസ് ഓഫ് റൊട്ടേഷൻ, നമ്മുടെ n hat എന്ന് പറയുന്ന ആക്സിസ് ഓഫ് റൊട്ടേഷൻ xy പ്ലെയിനിലാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ റൊട്ടേഷന്റെ പ്ലെയിൻ എന്ന് പറയുന്നത്, പ്ലെയിൻ ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് xy പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, പ്ലെയിൻ ഓഫ് റൊട്ടേഷൻ ഇസ് പെർപെൻഡിക്കുലർ ടു xy പ്ലെയിൻ. ഓക്കെ, നൗ വി സ്റ്റാർട്ട് വിത്ത് ദ കേസ്. ഓക്കെ, നമ്മൾ എടുക്കുന്ന കേസ്, ഈ ആംഗുലർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഇറ്റ് മേക്സ് ആൻ ആംഗിൾ 45 ഡിഗ്രി വിത്ത് ദ xy ആക്സിസ്. ഓക്കെ, അതായത് എക്സ് ആക്സിസ് ആയിട്ട് 45 ഡിഗ്രി ആംഗിൾ ആണത് ഉണ്ടാക്കുന്നത്. Alright, so this angle is 45 degree. Alright, we have got, so this angle is also 45 degree because xy plane x y തമ്മിലുള്ള angle 90 ആണ്. So this 90 minus 45, that's also equal to 45 degree. Okay, alright, the angular velocity is taken to be constant. Okay, constant angular velocity ആണ് എടുക്കുക. അങ്ങനെയാണെങ്കിൽ theta can be written as omega t. Theta is equal to omega t because angular velocity is constant. Okay, നമുക്ക് ആദ്യം v vector. Okay, first we'll calculate v vector directly from the relation v vector is equal to dr vector by dt. Okay, നമ്മുടെ ഫോർമുല ഉപയോഗിക്കാതെ v vector equal to dr by dt എന്നുള്ള ഫണ്ടമെന്റൽ റിലേഷൻ ഉപയോഗിച്ച് നമുക്ക് വെലോസിറ്റി ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം, അതിന്റെ കോമ്പണൻസ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് r vector, നമുക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലേക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിന്റെ r vector എന്ന് പറയുന്നത് ഇതാണ് r vector. Alright, this is r vector. ഇതിന്റെ കോമ്പണൻസ് എടുക്കണം, അതിന്റെ xy കോമ്പണൻസ് നമുക്ക് എടുക്കണം. Alright, അപ്പോൾ നമ്മൾ ആദ്യം r vectorനെ xy പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാണ്. Okay, let me use a different color here. Okay, first we project this r vector onto the xy plane. Alright, അപ്പോൾ ഈ ലൈൻ xy പ്ലെയിനിലാണുള്ളത്. Okay, ഈ ആംഗിൾ തീറ്റ ആണ്. Okay, this angle is theta. Okay, alright, theta is the, അപ്പോൾ അതായത് ഏത് ഇതിന്റെ റെഫറൻസ് പൊസിഷൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് എത്രത്തോളം റൊട്ടേറ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് തീറ്റ എന്നുള്ള ആംഗിൾ തരുന്നത്. Okay, okay, so this is r vector. You project it along the xy plane first. xy പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്യുക. അപ്പോൾ xy പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇത്, this is r cos theta. Okay, this is r cos theta. Okay, so that is r cos theta. ഈ ലൈൻ, okay, ഈ ലെങ്ത്, ഈ xy പ്ലെയിനിലുള്ള r വെക്ടറിന്റെ പ്രൊജക്ഷൻ is actually r cos theta.
Okay. Similarly, this line is actually r sin theta. Okay, അതവിടെ നിൽക്കട്ടെ. This is r cos theta. Okay. ഇനി ഈ ആംഗിൾ ഇതിന്റെ y ഈ r cos theta എന്നുള്ളതിന്റെ നമ്മൾ എക്സ് വൈയിലേക്ക് പ്രൊജക്ട് എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്ത ലൈനിന്റെ y കോമ്പണന്റ് എക്സ് കോമ്പണന്റ് നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ ഈ ആംഗിൾ എന്ന് പറയുന്നത് 45 ആണ്. Right? Why is that 45? Because this angle is 45 and this angle is 90. Okay. ഈ ആംഗുലർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഡിസ്ക് ഈ സർക്കിളിന്റെ plane perpendicular ആണ്. Okay, so this angle is 90, so this angle is also 45. This is also 45. Okay, all right. അപ്പോൾ ഈ ആംഗിൾ 45 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ y കോമ്പണന്റ് y ഡയറക്ഷനിലുള്ള കോമ്പണന്റ് എന്നുള്ളത് നമുക്ക് ഇത് r cos theta ആണ്. അപ്പോൾ ഇതിന്റെ കോമ്പണന്റ് ഇത് 45 ഡിഗ്രി ആയതുകൊണ്ട് ഇറ്റ് ഈസ് r cos theta and cos 45. Okay, r cos theta cos 45. That's 1/√2. Okay, so it's r cos theta cos 45. Cos 45 is 1/√2. അതുകൊണ്ടാണ് r cos theta divided by √2 എന്ന് കിട്ടിയിരിക്കുന്നത്. ഇതാണ് y കോമ്പണന്റ്, r cos theta divided by √2. Okay, ഇനി x കോമ്പണന്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ x കോമ്പണന്റ് എടുക്കുകയാണെങ്കിൽ we can look at it. ഈ x ആക്സിസ് നമ്മൾ ഈ ഡയറക്ഷനിലേക്ക് കണ്ടിന്യൂ ചെയ്യാണ്. ഓക്കെ, x ആക്സിസിന്റെ ഡയറക്ഷൻ നമ്മൾ ഇങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാണ്. ഓക്കെ, ദിസ് ഇസ് r cos theta. ഓക്കെ, ഈ ആംഗിൾ 45 ആണ്. അങ്ങനെയാണ് ഈ ആംഗിൾ 45 തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഈ ഡയറക്ഷനിലേക്ക് കോമ്പണന്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഡയറക്ഷനിലേക്ക് പ്രൊജക്ട് ചെയ്യുകയാണെങ്കിൽ ദിസ് ഇസ് r cos theta. ദിസ് ഇസ് r cos theta. ഈ ലൈൻ r cos theta ആണ്. ഞാനിപ്പോൾ ഷെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലൈൻ r cos theta ആണ്. ഓക്കെ, ഇതിന്റെ x ഡയറക്ഷനിലുള്ള കോമ്പണന്റ് എന്ന് പറയുന്നത് r cos theta cos 45. Okay, again r cos theta cos 45 or sin 45. Okay, it's the same because sin 45 is equal to cos 45. This is r cos theta cos 45. Okay, പക്ഷേ ഇത് നമ്മൾ എടുക്കുമ്പോൾ എക്സ് ഡയറക്ഷൻ നമ്മൾ ഇങ്ങോട്ടാണ് എടുത്തിരിക്കുന്നത് അല്ലേ, എക്സ് ഡയറക്ഷൻ ഇങ്ങോട്ടാണ് എടുത്തത്. അപ്പോൾ ഈ ഡയറക്ഷനിലുള്ള കോമ്പണന്റ് ആണ് r cos theta cos 45. അപ്പോൾ എക്സ് ഡയറക്ഷനിലുള്ള കോമ്പണന്റ് എന്ന് പറയുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ദാറ്റ്സ് r cos theta മൈനസ് r cos theta cos 45. റൈറ്റ്, അതുകൊണ്ടാണ് ഇവിടെ മൈനസ് r cos theta ഡിവൈഡ് ബൈ √2 എന്ന് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് ഈ ആർ വെക്ടറിന്റെ എക്സ് വൈ കോമ്പണൻസ് എടുക്കുകയാണ്. ഓക്കെ, ആർ വെക്ടറിന്റെ എക്സ് വൈ കോമ്പണൻസ് ചെയ്യാൻ ആദ്യം നമ്മൾ ആർ വെക്ടറിനെ എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്തു. റൈറ്റ്, ആദ്യം ആർ വെക്ടറിനെ എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്തു. ഈ പ്രൊജക്ഷൻ ആണ് ആർ കോസ് തീറ്റ. ഓക്കെ, ഇതിന്റെ മീനിങ് ഇതാണ്. ഈ ആർ വെക്ടറിന്റെ എത്ര എമൗണ്ട് എക്സ് വൈ പ്ലെയിനിൽ ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ആർ കോസ് തീറ്റ എന്നുള്ള എമൗണ്ട് ആണ് എക്സ് വൈ പ്ലെയിനിലുള്ളത്. ഓക്കെ, ഈ എക്സ് വൈ പ്ലെയിനിലുള്ള ആർ കോസ് തീറ്റ എന്നുള്ളതിന്റെ നമ്മൾ എക്സ് കോമ്പണന്റും വൈ കോമ്പണന്റും എടുത്തു. കാരണം എക്സ് ആക്സും വൈ ആക്സിസും നമ്മൾ ആദ്യം ചൂസ് ചെയ്ത് ഇങ്ങനെയാണ്. അപ്പൊ ഈ ആംഗിൾ 45 ഡിഗ്രി ആയതുകൊണ്ട് നമുക്ക് ആർ കോസ് തീറ്റ കോസ് 45ഉം ആർ കോസ് തീറ്റ സൈൻ 45ഉം അല്ലെങ്കിൽ ആർ കോസ് തീറ്റ കോസ് 45 ആർ കോസ് തീറ്റ സൈൻ 45 ആണ് ഇതിന്റെ എക്സ് കോമ്പണന്റ് വൈ കോമ്പണന്റ്. ഓക്കെ, പക്ഷെ നമ്മൾ ആർ കോസ് തീറ്റ ഇതിന്റെ എക്സ് ഡയറക്ഷനിലെ കോമ്പണന്റ് എടുക്കുന്ന സമയത്ത് ഈ ചിത്രം നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, എക്സ് ആക്സ് നമ്മൾ ഇങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇത് ആർ കോസ് തീറ്റ ആണ്. അപ്പൊ ഇതിന് ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആർ കോസ് തീറ്റ കോസ് 45. ദാറ്റ്സ് ആർ കോസ് തീറ്റ ഡിവൈഡ് ബൈ √2. ഓക്കെ, അപ്പോൾ ഇത് മൈനസ് എക്സ് ഡയറക്ഷനിലുള്ള പ്രൊജക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ പ്ലസ് എക്സ് ഡയറക്ഷനിലുള്ള പ്രൊജക്ഷൻ എടുക്കണമെങ്കിൽ നീഡ് ടു ഗിവ് എ മൈനസ് സൈൻ ഹിയർ. Okay, that's why x equal to minus r cos theta divided by √2 and y is equal to r cos theta divided by √2. All right, in z component ഇതൊരു വെക്ടർ ആണ്. ഇതിന്റെ z component you project it onto the z axis. You project it onto the z axis. Okay, ഈ ലെങ്ത് ഇതാണ് ഇതിന്റെ z component എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് തീറ്റ ആണെങ്കിൽ this is 90 minus theta. ഓക്കെ, അപ്പോൾ ഇതിനെ ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്യുകയാണെങ്കിൽ it is r cos 90 minus theta or that's equal to r sin theta. Alright, so അതുകൊണ്ടാണ് z component sin theta എന്ന് എഴുതിയിരിക്കുന്നത്. Alright, r sin theta. It's actually r sin theta. I've taken r outside here. So this is r sin theta k hat. Alright, so you have got cos theta divided by √2 minus cos theta divided by √2 in the I hat direction, or you have got cos theta by √2 in the minus I hat direction. Okay, cos theta divided by √2 in the minus I hat direction, cos theta divided by √2 in the plus j hat direction, and sin theta in the plus k hat direction. ഇതാണ് r vector. Okay, r is this length of this. Okay, this ഈ റേഡിയസിനെയാണ് r എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഈ റേഡിയസിനെയാണ് നമ്മൾ r എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. Okay, so you get r vector is equal to r multiplied by minus cos theta by √2 I hat plus cos theta by √2 j hat plus sin theta k hat. So we have got r vector is equal to, I'll just write it here for easy reference. R vector is equal to r minus cos theta divided by √2 I hat plus cos theta divided by √2 j hat plus sin theta k hat. That's our r vector. ഇനി ഇതിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? v vector is simply dr vector divided by dt.
Okay, oil term dr by divide derivative with respect to time d theta by dt cos theta minus sin theta d theta by dt cos theta cos theta cos theta minus sin theta d theta by dt. Okay, minus and minus will cancel. Minus sin theta d theta by dt. Cos theta d theta by dt. D theta by dt okay, so I've got r is equal to sin theta. This is v vector, right? V vector is equal to r multiplied by sin theta by root 2 I hat minus sin theta by root 2 j hat. Okay, the derivative minus sin theta. Minus sin theta, that minus cancels with this. Okay, plus cos theta k hat, and then everywhere we have this d theta by dt. And okay, and d theta by dt is simply the magnitude of the angular velocity. And omega, so this is omega r multiplied by sin theta by root 2 I hat minus sin theta by root 2 j hat plus cos theta k hat. Right? അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് വെലോസിറ്റി വെലോസിറ്റി വെക്ടർ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി വെലോസിറ്റി വെക്ടർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, യൂഷ്വൽ വെക്ടർ കാൽക്കുലസ് ഉപയോഗിച്ച് നമ്മൾ വി വെക്ടർ കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, നമുക്ക് പരിചയമുള്ള ട്രാൻസ്ലേഷൻ മോഷൻ മാത്രം ഉപയോഗിച്ചിട്ട് നമ്മൾ വി വെക്ടർ കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, നൗ ലെറ്റ്സ് കാൽക്കുലേറ്റ് ദ സെയിം വി വെക്ടർ യൂസിങ് ഒമേഗ വെക്ടർ ക്രോസ് ആർ വെക്ടർ. വി വെക്ടർ ഈക്വൽ ടു ഒമേഗ വെക്ടർ ക്രോസ് ആർ വെക്ടർ എന്ന് ചെയ്താൽ ഇത് തന്നെ കിട്ടുന്നുണ്ടോ നോക്കുക. കിട്ടുന്നുണ്ടെങ്കിൽ വി ആർ ഫൈൻ. റൈറ്റ്, ഇറ്റ് മീൻസ് ദാറ്റ് വി ഹാവ് our definition works just fine. Okay, that's what we do next. Omega vector v vector equal to omega vector cos r vector. ഇവിടെ വെക്ടർ സൈൻ ഉണ്ട്. ഒമേഗ വെക്ടർ കോസ് ആർ വെക്ടർ എന്നുള്ളത് എടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചിത്രം നോക്കുകയാണെങ്കിൽ ഒമേഗ ഈസ് ഈക്വൽ ടു നമുക്കറിയാം ഇത് എക്സ് വൈ പ്ലെയിനിലാണ് ഒമേഗ ഉള്ളത്. ഓക്കെ, ലെറ്റ് മീ ജസ്റ്റ് ഡ്രോ ഇറ്റ് ഹിയർ. ദിസ് ഇസ് ദ എക്സ് വൈ പ്ലെയിൻ. ദിസ് ഇസ് യുവർ ഒമേഗ വെക്ടർ. This angle is 45. This angle is also 45. ഓക്കെ, അപ്പോൾ ഇതിന് z കോമ്പണന്റ് ഇല്ല. ഒമേഗ വെക്ടറിന് z കോമ്പണന്റ് ഇല്ല. x കോമ്പണന്റും y കോമ്പണന്റും മാത്രമേ ഉള്ളൂ. ബിക്കോസ് ഇറ്റ് ലൈസ് ഇൻ ദ എക്സ് വൈ പ്ലെയിൻ. ഓക്കെ, ഒമേഗ വെക്ടർ ലൈസ് ഇൻ ദ എക്സ് വൈ പ്ലെയിൻ. ഇതിന്റെ x കോമ്പണന്റും y കോമ്പണന്റും എടുക്കുകയാണെങ്കിൽ x കോമ്പണന്റ് പറയുന്നത് ഒമേഗ കോസ് 45 ആൻഡ് y കോമ്പണന്റ് ഇസ് ഒമേഗ സൈൻ 45. ഒമേഗ കോസ് 45 ഇറ്റ്സെൽഫ്, കാരണം ഈ രണ്ട് ആംഗിൾ 45 ആണ്. You get omega by root 2 I hat plus omega by root 2 j hat. Okay, now we find omega vector cross r vector using നമ്മുടെ യൂഷ്വൽ ഡിറ്റർമിനന്റ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുകയാണ്. സോ ദിസ് ഇസ് ഐ ജെ കെ. ഇതിന്റെ ഒമേഗ വെക്ടറിന്റെ കോമ്പണൻസ് ഒമേഗ ബൈ റൂട്ട് 2, ഒമേഗ ബൈ റൂട്ട് 2 0. അതുപോലെ ആർ വെക്ടറിന്റെ കോമ്പണൻസ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചാണ്. മൈനസ് കോസ് തീറ്റ ബൈ റൂട്ട് 2, r cos theta by root 2, r sin theta. There's an r here. Okay, so minus r cos theta by root 2, r cos theta by root 2, r sin theta. Okay, now you do this. Okay, just solve this determinant and you see that this is equal to omega r sin theta by root 2 I hat minus sin theta by root 2 j hat plus cos theta k hat. Okay, this is exactly the result that we got before. Okay, അതായത് ഒമേഗ വെക്ടർ ക്രോസ് ആർ വെക്ടർ ഉപയോഗിച്ച് നമുക്ക് കിട്ടുന്ന റിസൾട്ട് നമ്മൾ ഇത് ഉപയോഗിക്കാതെ കിട്ടുന്ന റിസൾട്ടുമായിട്ട് സെയിം ആണ്. Right? This means that our definition of v vector is equal to omega vector cross r vector works just fine. Okay, this works just fine. Okay, it means that this relationship is okay. Okay, we can use it. All right, so these two examples have demonstrated that our relationship v vector is equal to omega vector cross r vector phi is fine. Okay, അപ്പോൾ നമുക്ക് ഒമേഗ ആംഗുലർ വെലോസിറ്റി ഒരു വെക്ടർ ആയിട്ട് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ വെക്ടർ ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി എടുത്തത് നമ്മൾ ഉപയോഗിച്ച കാര്യം, നമുക്ക് പക്ഷേ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റിനെ ഒരു വെക്ടർ ആയിട്ട് നമുക്ക് എഴുതാൻ കഴിയില്ല, കാരണം റൊട്ടേഷൻസ് കമ്മ്യൂട്ട് ചെയ്യില്ല. പക്ഷേ ഇൻഫിനിറ്റെസിമൽ റൊട്ടേഷൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, റൈറ്റ്, ഇൻഫിനിറ്റെസിമൽ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്സ് ഒരു വെക്ടറിന്റെ കോമ്പണൻസ് ആയിട്ട് നമുക്ക് എടുക്കാൻ കഴിയും. റൈറ്റ്, കാരണം അവിടെ അഡീഷൻ, റൈറ്റ്, വെക്ടർ അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആക്കാൻ നമുക്ക് കഴിയും. കമ്മ്യൂട്ടേറ്റീവ് ആണ്, കാരണം ചെറിയ ആംഗിൾസിൽ എടുക്കുകയാണെങ്കിൽ ഡിഫറെന്റ് ഓറിയന്റേഷൻ, നമ്മൾ ഡിഫറെന്റ് ഓർഡറിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വരുന്ന ഡിഫറെന്റ് ഓറിയന്റേഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് സെക്കൻഡ് ഓർഡർ ആണ്. വി ക്യാൻ neglect that. Alright, so infinitesimal rotations can correspond to vector. We can associate a vector with infinitesimal rotations, whereas we cannot associate a vector with finite rotations. Alright, but infinitesimal rotations in associate നമുക്ക് vector define ചെയ്യാൻ കഴിയുമെങ്കിൽ you can also define an angular velocity vector. Alright, so that's what we did, and we got the expression v vector is equal to omega vector cos r vector, and we saw we went through two examples to show that this relationship works fine. Okay, so with that we'll conclude the discussion of the vector nature of angular velocity, and thank you.